യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ദൈവം പ്രത്യേകം പേര് ചൊല്ലി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ദൈവ ജനമേ, സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി കടന്നു വന്ന യേശു കർത്താവ് ഈ രാത്രികാലം കടന്നു വന്ന നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ കൊണ്ടും വരദാന ഫലങ്ങൾ കൊണ്ടും കണ്ണുനീരിന്റെ നനവുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമൊക്കെയായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ, പ്രത്യേകിച്ച് സഭയുടെ മേല്, ദേശത്തിന്റെ മേല്, കുടുംബങ്ങളുടെ മേല്, മക്കളുടെ മേൽ വ്യാപരിക്കപ്പെടുവാൻ ഈ തിരുമണിക്കൂർ അത്ഭുതമാക്കി മാറ്റുവാനായിട്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. ദൈവത്തിന്റെ മഹത്വം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ കല്യാണ വിരുന്നിന് മഹത്വം ഇറങ്ങി വന്നു. അവിടെ ഒരു കുറവ്, അപമാനത്തിന്റെ വക്കോളം എത്തിയ നിമിഷം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ മുഖാന്തരം ആ വലിയ അപമാനത്തിൽ നിന്നും ആ കുടുംബത്തെ അവിടുന്ന് കരകയറ്റുകയാണ്. ബഥാനിയായുടെ കുടുംബം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അവിടെ ഒരു വലിയ ദുരന്തം. മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരൻ ലാസർ മരണപ്പെട്ടു. മരണത്തിന്റെ നിഴൽ വീണ ഭവനം. അവിടെയും ദൈവത്തിന്റെ മഹത്വം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് അതേ ദൈവിക മഹത്വം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ മഹത്വം ദർശിച്ച യെശയ്യാ പ്രവാചകൻ സ്വന്തം അശുദ്ധിയോർത്ത് കരഞ്ഞതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുറവുകൾ ഓർത്ത് അനുതാപത്തോടെ കേണപേക്ഷിക്കും. ഞങ്ങളുടെ മാലിന്യം നീക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അനന്തതയുടെ സാദൃശ്യത്തിൽ അനശ്വരതയിൽ നിലനിൽക്കുവാനായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ പാപ ആസക്തികളാൽ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങയെ മറന്ന് ഞങ്ങൾ ജീവിച്ചു. സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കരുമായിരിക്കുവാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ ലോകമോഹത്തിലും ജടിക താല്പര്യങ്ങളിലും പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലുമൊക്കെ ആയിത്തീർന്നു. ഇന്നിതാ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ, അങ്ങയിൽ നിന്നും അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഞങ്ങളിതാ തിരിച്ചു വരികയാണ്. പിതാവിനാൽ കാണപ്പെടാത്തതെല്ലാം പിഴുതെറിയാൻ വന്ന യേശുവേ, പിശാചിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വന്ന യേശുവേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി തീർക്കണമേ. ധൂർത്തപുത്രന് നൽകിയതുപോലെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ പൂർവികരും വഴിയൊക്കെ വന്നു പോയിട്ടുള്ള സകല പാപത്തിന്റെയും ശാപത്തിന്റെയും സകലവിധ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളുടെ ദേശത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നെല്ലാം വിട്ടുപോകട്ടെ. കാലഘട്ടത്തിന്റെ അഭിഷേകം ജോയൽ പ്രവാചകന്റെ പ്രവചനം പോലെ എല്ലാവരുടെ മേലും അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവ് ചോദിക്കുന്നു, സന്തോഷം ആണോ എന്ന്. എന്നെ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഭയങ്കര പൊക്കോയതുകൊണ്ട് കാണാൻ പറ്റില്ല. സന്തോഷമാണോ? ചങ്ങനാശ്ശേരിക്കാർക്ക് ഇത്രയും സന്തോഷം കണ്ടാൽ പോരാ. സുഭാഷിതം 34:13 ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കണത്. അത്ര വലിയ പട്ടണിയും പരിവട്ടമുള്ളവരൊന്നും ഇവിടെ ആരുമില്ല. ദൂരം വലിയ വീടുകളാണ്, ദൂരം വണ്ടികളാണ് പുറത്ത് കിടക്കണേ. എല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ചു. ചെരുപ്പൊക്കെ നോക്കി
VKCയുടെ കുറഞ്ഞ ചെരുപ്പൊന്നും പുറത്ത് കണ്ടില്ല. നല്ല സ്റ്റാൻഡേർഡ് ചെരുപ്പുകൾ. എല്ലാവർക്കും അത്യാവശ്യം കൊളസ്ട്രോളുള്ള ശരീരമാണ്. അതായത് തീറ്റയ്ക്ക് മുട്ടില്ല എന്നർത്ഥം. പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ മുഖത്ത് എന്തില്ല? സന്തോഷക്കുറവുണ്ട്. ഇങ്ങനെ പോയാൽ പോരാ. ജീവനോട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, വിശ്വാസത്തോട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോസ്തല പ്രവർത്തനം 13:41. നിന്നവരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദിനങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നവര് എന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കി. അതാണ് നിങ്ങൾ എന്നെ കണ്ടപ്പോ തന്നെ ഇയാൾ വീണ്ടും വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മുഖഭാവം ഒക്കെ. അപ്പോ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21 ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര നാൾ 2 വഞ്ചിയിൽ കാല് വെക്കും. ഏലിയ പ്രവാചകൻ ദൈവജനത്തിന്റെ മുൻപിൽ നിന്ന് സധൈര്യം ചോദിച്ചൊരു ചോദ്യമാണ്. കൂടെ നടന്ന ദൈവം, വിശന്നപ്പോ കാടാപ്പക്ഷിയും മഞ്ഞായും കൊടുത്ത് തീറ്റിപ്പോറ്റിയ ദൈവം, വസ്ത്രം പിഞ്ചി പോകാതെ ചെരുപ്പ് തേഞ്ഞു പോകാതെ കൂടെ നടന്ന ദൈവം, അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടിക്കൊടുത്ത് കൂടെ നടന്ന ദൈവം, അതേ ദൈവത്തെ മറന്ന് ബാൽദേവന്റെ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയപ്പോ ഹൃദയം നൊന്ന് ഏലിയ ചോദിച്ച ചോദ്യം, ഇനി എത്ര കാലം ഇങ്ങനെ പോകും 2 വഞ്ചിയിൽ കാല് വെച്ച്? സത്യദൈവത്തെ തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗമുള്ളൂ. ദൈവജനം എവിടെയെല്ലാം ഒന്ന് ചേർന്ന് സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ആ പ്രാർത്ഥനകളുടെ മേൽ, ആ കൂടാരത്തിൽ ദൈവത്തിന്റെ അത്ഭുതം, അഗ്നി ഇറങ്ങും. ഹല്ലേലൂയ. എന്നിട്ട് പ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് 2 കാളകളെ തരിക. ഒരു കാളയെ ബാൽദേവന്റെ 450 പേരപ്പുറത്തുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, ദൈവത്തിന്റെ പ്രവാചകനും ഞാൻ മാത്രമേ ഇനിയുള്ളൂ, ഇപ്പുറത്ത് ഞാനും അപ്പുറത്ത് 450. ഞങ്ങൾക്ക് 2 കാളകളെ തരിക, ഒരെണ്ണത്തിനെ അവർക്ക് കൊടുക്കുക, ഒരെണ്ണത്തിന് എനിക്ക് തരിക. ഞങ്ങൾ ഈ കാളമാംസം മുറിച്ച് കഷ്ണങ്ങളാക്കി ബലിപീഠത്തിൽ വെച്ച് 2 ഗ്രൂപ്പുകാർക്ക് പ്രാർത്ഥിക്കാം. ആരുടെ പ്രാർത്ഥനയിലാണോ, ആരുടെ ബലിപീഠത്തിലാണോ, ബലിവസ്തുവിലാണോ അഗ്നി ഇറങ്ങി വരുന്നത്, അതായിരിക്കും സത്യ ദൈവത്തിന്റെ കൂട്ടായ്മ. ജനം സമ്മതിച്ചു. അങ്ങനെയായിട്ട് നമുക്ക് കാണണമല്ലോ. അങ്ങനെ ജനത്തെ മുഴുവൻ മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മല മുകളിലെത്തി കഴിഞ്ഞപ്പോ ഏലിയ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം ബലിപീഠം ഒരുക്കിക്കോ, നിങ്ങൾ നമ്പർ കൂടുതലുണ്ടല്ലോ, ആൾക്കാർ കൂടുതലുണ്ടല്ലോ, നിങ്ങൾ ബലിപീഠം ആദ്യം പ്രാർത്ഥിക്കുക. ബലിപീഠത്തിന്റെ മുകളിൽ മാംസം വെച്ചു. ഏലിയ പറയുന്നുണ്ട്, കത്തിക്കരുത്, പ്രാർത്ഥിച്ചിട്ട് അഗ്നി ഇറങ്ങണം. അവര് മധ്യാഹ്നം വരെ ഉറഞ്ഞു തുള്ളി എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വാളുകൊണ്ട് ശരീരത്തിൽ വെട്ടി രക്തം ചിന്തി അട്ടഹസിച്ച് ആക്രോശിച്ച് അവര് ബാൽദേവനെ വിളിക്കുന്നുണ്ട്. ഏലിയ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തേ നിങ്ങളുടെ ദൈവത്തിന് കാത് കേൾക്കില്ലേ? അത് ഉറങ്ങുകയാണോ? അത് വലിയ വിനോദയാത്രയ്ക്ക് ഞാൻ പോയിരിക്കുകയാണോ? മധ്യാഹ്നം കഴിഞ്ഞപ്പോ ഏലിയ പറഞ്ഞു, നിർത്ത്, ഇനി ഞാൻ ബലിപീഠം ഒരുക്കാം. ബലിപീഠത്തിനായിട്ട് ഗോത്രക്കണക്കനുസരിച്ച് 12 കല്ലുകൾ പറക്കിയെടുത്ത് ബലിപീഠം ഒരുക്കി. അതിന്റെ മുകളിൽ ഈ മാംസം വെച്ചു. വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ മുകളിൽ വിറകടക്കി വെള്ളമൊഴിച്ചു, വിറകടക്കി വെള്ളമൊഴിച്ചു, വിറകടക്കി വെള്ളമൊഴിച്ചു. എന്നിട്ട് ചുറ്റിനും 2 വിത്ത് ഭാഗത്തിന് ചാലുണ്ടാക്കി, തോട് പോലെ ഉണ്ടാക്കി. വെള്ളക്കെട്ടോടുകൂടി, വെള്ള നനവോടുകൂടി ദൈവജനത്തെ ഒന്ന് നോക്കി. എന്നിട്ട് ഏലിയ കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി പ്രകാരം പ്രാർത്ഥിച്ചു, അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ഈ ജനം വിശ്വസിക്കേണ്ടതിന് അഗ്നി ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്യുന്നതന്റെ ശക്തി, അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു എന്നും ബലിപീഠത്തെയും ബലിവസ്തുവിനെയും കത്തി ചാമ്പലാക്കി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഒരിക്കൽ കൂടി ദൈവജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ
അഗ്നി ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ അഗ്നിയുടെ പ്രത്യേകത അത് നശിപ്പിച്ച് കളയാനുള്ളതല്ല. മുള്ളുകളും മുൾച്ചെടികളും ചാമ്പലാക്കപ്പെടും. തിന്മയുടെ സ്വാധീനങ്ങൾ മാറ്റപ്പെടും. പഴയ മനുഷ്യനിൽ നിന്നും പുതിയ മനുഷ്യനിലേക്ക് ഒരു രൂപാന്തരപ്പെടൽ സംഭവിക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിയുന്നവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആരും നോക്കണ്ട. വിശ്വാസത്തിന്റെ തലമുയരട്ടെ. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടക്കി. എന്ത് നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? അറിയപ്പെടുന്ന വചന പ്രഘോഷകരല്ല എന്ന് വന്നിരിക്കുന്നത്. പേരും പ്രശസ്തിയുള്ളവർ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കൂട്ടം കൂടാറുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ഇന്ന് വന്നവരുടെ മേൽ നടത്താനുണ്ട്. ആ നിയോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത മനസ്സിന്റെ വിങ്ങലുകൾ, വേദനകൾ, ഭവനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചത് പരിശുദ്ധ അമ്മയാണ്. കാൽവരി മലയിൽ കുരിശിന്റെ കീഴിൽ ഒറ്റപ്പെട്ടു പോയ അമ്മ. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കയറുമെന്ന ആ പ്രവചനം പൂർത്തിയാക്കപ്പെട്ടത് അവിടെ വെച്ചാണ്. കാൽവരി മലയിൽ നാട്ടപ്പെട്ട കുരിശ് കാൽവരി മലയിലല്ല നാട്ടപ്പെട്ടത്, പരിശുദ്ധ അമ്മയുടെ ചങ്കിലാണ്. അത്തരത്തിൽ ഹൃദയവനയോടെ കടന്നു വന്ന ഒത്തിരി മക്കളുണ്ട്. ദാമ്പത്യമെന്ന തകർച്ച, മക്കളുടെ വഴിവിട്ട ജീവിതം, മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തകൾ, എന്ത് ചെയ്താലും പരാജയം, സാമ്പത്തിക കടമായത് മൂലം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് വെച്ചു കൊടുക്കുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഈ കൂടാരത്തിലേക്ക് ഇറങ്ങി വരണം. ദൈവത്തിന്റെ മഹത്വം കാനായാലും ബഥാനിയായാലും സംഭവിക്കപ്പെട്ടതുപോലെ ഇന്ന് കടന്നു വന്ന നിങ്ങളുടെ മേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ മേലും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരണം. ഇരുകരങ്ങളും സ്വർഗത്തോളം മക്കൾ ഉയർത്തും. ആരുമാരെയും നോക്കണ്ട, കരമങ്ങൾ ഉയർത്തും. ഉയർത്തി പിടിച്ച കരങ്ങളിൽ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് എന്നിട്ട് ആ ഏക സത്യദൈവം പിതാവാ ദൈവം നൽകിയ നാമം, നീ ഒരു പുത്രനെ പ്രസവിക്കുന്ന, നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന നാമം, സ്വർഗ്ഗം തുറക്കുന്ന നാമം, ആ നാമത്തെ നീ ഒന്ന് അധരം തുറന്ന് സ്വരമുയർത്തി മനമുയർത്തി ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവശക്തി, ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. തളർന്ന മനസ്സുകൾ ബലപ്പെടട്ടെ. രോഗപീഠങ്ങൾ സൗഖ്യപ്പെടട്ടെ. നിരാശ വിത്തകർന്നു പോകട്ടെ. എതിർ ചിന്തകൾ മാറിപ്പോകട്ടെ. പ്രത്യാശ നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭയിലേക്ക് മുതൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ദേശങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ മക്കളുടെ മേലും അഭിഷേകം നിറയട്ടെ. കടന്നു വന്നവനും വരാൻ സാധിക്കാത്തവനുമായ സകലരുടെ മേലും ദൈവശക്തി, അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഒന്ന് കാലം പഠിച്ചു പാടി പോരാ. ശക്തിയോടെ, അഭിഷേകത്തോടെ, മലയാളമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ വാക്കുകളോട് ചേർന്ന്, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിന്റെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. अभिषेक शक्तियां അഭിഷേക
അഭിഷേകത്തിൽ നീ ചാടുത്തിടുക വചനത്തിൽ വിട്ടുറയ്ക്കാൻ ഹൃദയമൊരുക്കിടുക അഭിഷേകത്തിൽ നീ ചാടുത്തിടുക വചനത്തിൽ വിട്ടുറയ്ക്കാൻ ഹൃദയമൊരുക്കിടുക ദൈവശക്തിയാ ദൈവ സ്വഭാവങ്ങൾ ദൈവം നൽകും ദാനങ്ങൾ ഈ സഭയിൽ ചൊരിയിടുക ക്രിസ്തീയമാകട്ടെ അഭിഷേകത്തിൽ വീശട്ടെ ക്രിസ്തീയമാകട്ടെ അഭിഷേകത്തിൽ വീശട്ടെ ശക്തിയാ അഭിഷേകാത്മീയ പൂജനാകട്ടെ ശക്തിയാ അഭിഷേകാത്മീയ പൂജനാകട്ടെ ഇതാ ഒരു സ്വർഗത്തിനൊരു വാർത്ത തുറക്കപ്പെട്ടു. എന്റെ മുമ്പിൽ അടഞ്ഞു പോയ വഴികൾക്ക് ദൈവം ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്നു. ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാൻ പോകുന്നു. ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയം. ദൈവമേ, യേശു നിന്നെ വിളിക്കുന്നു. അഭിഷേകത്തിൽ ഉണർവു നൽകിടുക വചനത്തിൽ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക ജനതകളിൽ അഭിഷേകത്തിൽ ഉണർവു നൽകിടുക വചനത്തിൽ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക ദൈവശക്തിയാ ദൈവം നൽകും ദാനങ്ങളും ഈ സഭയിൽ ചൊരിയിടുക ആരവത്തോടെ അഗ്നിനാവുകൾ രൂപത്തോടെ ആരവത്തോടെ അഗ്നിനാവുകൾ രൂപത്തോടെ അഭിഷേക ശക്തിയ അഭിഷേക ശക്തിയ പുസ്തകമാകട്ടെ അഭിഷേകത്തിൽ വീശട്ടെ പുസ്തകമാകട്ടെ അഭിഷേകത്തിൽ വീശട്ടെ അഭിഷേകാത്മീയ പൂജനാകട്ടെ ശക്തിയാ അഭിഷേകാത്മീയ പൂജനാകട്ടെ
മകതനാകണമേ. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് വെച്ച് നീ തകർന്ന ഹൃദയത്തോടും അനുദമിക്കുന്ന ആത്മാവോടും കൂടെ യേശുവിലേക്ക് വരിക. അതുവഴി അവിടുത്തെ അനന്ത സ്നേഹം അനുഭവിക്കാൻ ഇതാ ഒരു അവസരം. നിന്റെ ജീവിതത്തിൽ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ബോധ്യം വന്നാൽ ഉടനെ തിരിച്ചു വരിക, തെറ്റിദ്ധരുത്തുക. പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും പ്രലോഭനങ്ങളിലും പാപത്തിലും വീണു പോകുന്നത്. യൂദാസ് മനസ്സന്തമാക്കിയതിനാൽ പാപബോധത്തിന് പകരം കുറ്റബോധം നിറഞ്ഞു. ക്രിസ്തുവിന്റെ അനന്തമായ കരുണയെക്കുറിച്ച് ബോധ്യമില്ലാത്തതിനാൽ യൂദാസ് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. നമുക്ക് യഥാർത്ഥമായിട്ട് അനുദമിച്ച് മടങ്ങി വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 ഇപ്രകാരം എഴുതി വയ്ക്കും: കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നമ്മുടെ പാപങ്ങൾ കടുചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവരെത്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:25 പറയുന്നു, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. യെശയ്യാ 44:22 പറയുന്നു, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യെശയ്യാ 43:18 പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിതന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാകും. അതെ, അടഞ്ഞുപോയ വഴികൾക്ക് പുത്തൻ വഴികൾ. ഈ തിരുമണിക്കൂറിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ മേലെ ഒന്ന് കടന്നു വരുവാൻ, തകർന്ന ഹൃദയങ്ങളിലേക്ക് കുളിർക്കാറ്റായിട്ടൊന്ന് കടന്നു വരുവാൻ, ഹൃദയലതയോടിരിക്കുന്ന മക്കള് ആശ്വാസത്തിന്റെ തണലേക്ക് വരുവാൻ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ അതിന് നമ്മോട് ചേർന്നുണ്ട്. കുറവുകളെ കണ്ടെത്തി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ത്രിത്വൈക ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് നമ്മെ തന്നെ ആശീർവദിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിന്റെ സമാധാനം വേണ്ടതും വലുതും നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ നമുക്കൊന്ന് കൈമാറാം. എന്നിട്ട് സ്വസ്ഥമായിട്ട് സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 13:10. ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം ഊരിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സിനഗോഗിലെ ഏറ്റവും പുറകിൽ രോഗം പഴയ കാലഘട്ടത്തില് രോഗം എന്ന് പറഞ്ഞ ശാപം. ശപിക്കപ്പെട്ടവര് രോഗികൾക്ക് പുറത്താണ്, മുന്നിലൊക്കെ പ്രമുഖരാണ്. അതും കൂലിപ്പോയവർ ഒരു വിധത്തിൽ കാണാൻ സാധ്യതയില്ല. ഏറ്റവും പുറകിലായിട്ട് മാറി നിൽക്കുക. അവിടെയാണ് ഈശോ കണ്ടത്. അവിടെ ഒത്തിരി പേരുണ്ട്. ഈശോ പലരെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ യേശു കണ്ടത് ഈ പുറകില് തകർന്ന ഹൃദയവുമായിട്ട് നിൽക്കുന്ന ഈ കൂനുള്ളവളെയാ കണ്ടത്. അവളെ അടുത്ത് വിളിച്ചു, സൗഖ്യം കൊടുത്തു. ഇന്ന് കർത്താവ് മാറി നിൽക്കുന്നവരെയും ഒളിച്ചു നിൽക്കുന്നവരെയും
ഇനി രക്ഷയില്ല, അതും സാപത്ത് ദിവസം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റാൻ പോവുകയാണ്. അനേകരും ഇരിക്കുന്ന നിരാശയുടെ പടുകുഴിയില്ല കിടക്കുക. എനിക്ക് രക്ഷയില്ല, എന്റെ കാര്യം പോക്ക. നമ്മൾ നമ്മുടെ കുറവുകൾ ഒത്തിരി കണ്ടെത്തും, അല്ലേ? നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ കുറവുകളാണ്. നമ്മുടെ കുറവ് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ പറ്റും. ഞാൻ നിങ്ങളോടൊരു ഡയലോഗിന്റെ ഒരു തമാശ പറയാം. നിങ്ങൾക്കിപ്പോൾ എന്നെ നോക്കുമ്പോ എന്തെങ്കിലും തോന്നലുണ്ടോ? ആരെങ്കിലും പോലെയൊക്കെ തോന്നലുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ കുറിച്ചാൽ മതിയില്ല, ഒരു കുസൃതിയാണ്. നിങ്ങൾക്കിപ്പോൾ എന്നെ നോക്കുമ്പോൾ ഈശോയെ പോലെ തോന്നലുണ്ടോ? എന്താ നിങ്ങൾ കളിയാക്കിച്ചിരിക്കണേ? ചോദിച്ചതല്ലേ. നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ ഈശോയെ പോലെ തോന്നലുണ്ടോ? ഇല്ല. ഓക്കെ, പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി. പ്രവാചകനെ പോലെ തോന്നലുണ്ടോ? അതോ ധ്യാനഗുരുവിനെ പോലെയാണോ തോന്നണേ? അതോ വെറുമൊരു പേക്കറ അലമ്പൻ? എന്താണ് നിങ്ങൾക്ക് എന്നോട് തോന്നിയത്? നിങ്ങളുടെ മനസ്സിൽ അതൊന്ന് കുറിച്ചാൽ നിങ്ങളെ കാണുമ്പോൾ വേറെ പ്രാർത്ഥന ഓർമ്മ തന്നെ. വെച്ചവിശ്വാസികളുടെ ആത്മാക്കൾക്ക് നൽകാൻ ഇത് ജീവനില്ലാത്ത പോലെ ഇരിക്കണേ, ജീവനോടിരിക്കും. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നി? മനസ്സിൽ കുറിച്ചാൽ നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയോ അതാണ് നിങ്ങൾ. പിടിച്ചിട്ടില്ല? നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയോ അതാണ് നിങ്ങളെന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കാണും. നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കാണുള്ളൂ, കുറവുകൾ മാത്രമേ കാണുള്ളൂ. ഈശോ ഇതൊന്നും കാണില്ല. നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോ യേശു നമ്മെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളൂ. സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നല്ല ദൈവമാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ 40 ദിനരാത്രങ്ങൾ വചനത്തിന്റെ പെരുമഴ ഈ കൂടാരത്തിൽ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിസ്സാരക്കാരും അല്ല വരുന്നത്, എല്ലാം പ്രഗത്ഭരും. അതിന്റെ കൂട്ടത്തിൽ കൂടെ കുറെ പേടുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിച്ചേക്കണ നമ്മളെ. എന്തായാലും 40 ദിവസം അല്ലെ, 40 അല്ലേ? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് തെറ്റുപറ്റിപ്പോയോ? പറയുന്ന വചനത്തിൽ ഏതെങ്കിലും കൊട്ടേഷൻ മാറിപ്പോകുന്നുണ്ടോന്നോ, നമ്മളിപ്പോ എങ്ങോട്ടേക്ക് നോക്കണേന്നോ, ആളെ കണ്ട ഭക്ഷണം കഴിക്കണ ഭക്ഷണപ്രിയനാണല്ലോ എന്നൊക്കെ നിങ്ങളിപ്പോ ചിന്തിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സമസ്ത പ്രശ്നങ്ങൾക്ക് കാരണം ഈ കുറവുകൾ കണ്ടെത്തലാണ്. സക്കേവൂസ് എന്ന മനുഷ്യനില് സമൂഹം മുഴുവൻ കണ്ടത് കുറവാണ്. അവന് കണ്ടത് ചുങ്കക്കാരൻ, അങ്ങനെയല്ലേ പറയണേ? അതെ, ചുങ്കക്കാരനായിട്ടാണ് സക്കേവൂസിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ യേശു അതൊന്നും കണ്ടില്ല. യേശു കണ്ടത് ഇവനുള്ള സാധ്യതയാണ് കണ്ടത്. ഇവരിലൊരു ഉദാരനായ ദാനശീലൻ ഒളിഞ്ഞു കിടക്കുന്നതാ ഈശോ കണ്ടേ. പാപിനിയായ സ്ത്രീ, എല്ലാവരും അവളിൽ അശുദ്ധി മാത്രം കണ്ടപ്പോ യേശു അവളിൽ കണ്ടത് വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ കണ്ടു. സമരിയക്കാരി സ്ത്രീയിൽ എല്ലാവരും കണ്ടത് ദുർനടപ്പുകാരിയാണ്. യേശു കണ്ടത് ഒരു സുവിശേഷകയാണ് കണ്ടത്. നല്ല കള്ളൻ എന്ന് നമ്മൾ വിളിക്കും. നല്ല കള്ളൻ എന്ന് പറയുന്ന ആള് തസ്കരനാണ്, രാജ്യദ്രോഹിയാ, കൊടും കുറ്റവാളിയാ. അതുകൊണ്ടല്ലേ ഈ ശപിക്കപ്പെട്ട കുരിശുമരണം അവന് കൊടുത്തത്. എല്ലാവരും അവനൊരു തസ്കരനെ കണ്ടപ്പോ യേശു അവനിൽ കണ്ടത് എന്താ? പറുദീസ കൊടുക്കാൻ യോഗ്യനാണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ 2019 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ അനുഗ്രഹത്തിന്റെ കൂടാരത്തിൽ ഈ കഴുത ഇവിടെ നിന്നുകൊണ്ട് പറയുക, ദൈവം ഇന്ന് നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നത് എന്താണെന്നറിയോ? പ്രിയ ദൈവമൈതലേ, നിന്നിലും ഇത്തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർ കണ്ടേക്കാം. നിനക്ക് പോലും നിന്നെ ഇഷ്ടമല്ല. കാരണം നീ നിന്റെ കുറവുകളെ കണ്ടെത്തിയിട്ടുള്ളൂ. നിനക്ക് പോലും നിന്നെ ഇഷ്ടമില്ലാത്ത അവസ്ഥയിലാണ് നീ ഇരിക്കണേ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നിന്നിൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ആരമായ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ എന്റെ കർത്താവേ, തെറ്റുപറ്റിയെങ്കിൽ അനുദമിക്കുന്ന ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ലൂക്കാസ് സുവിശേഷം 5 പറയുന്നുണ്ട്. ഇന്ന് സ്വർഗം സന്തോഷിക്കണം. നമ്മുടെ സാധ്യതകള്, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. യേശുക്രിസ്തു വന്നത് തന്നെ
എന്തിനാ വന്നേ? നീതിമാന്മാരെ തേടിയൊന്നുമല്ല ഞാൻ വന്നേ. ആരെ തേടിയാ വന്നേ? ഇനി എന്തിനാ അവൻ വന്നേ? നമുക്ക് ദൈവത്തോടുള്ള വെളിപാട് എന്താ? നമ്മൾ ദൈവത്തെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ദൈവത്തെ നീ എങ്ങനെ കാണുന്നോ അതാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ തോത്. ഇന്ന് ഇവിടെ നിന്ന് ചിന്തിക്കുക, നീ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ചൊറി അല്ലെങ്കിൽ ഒരു പനി വെറും മാറ്റിത്തരുന്ന ഒരു ഡൂക്കളി ദൈവമായിട്ടാണ് നിനക്ക് തോന്നുന്നത്? അതോ ദൈവം നിനക്ക് സകലതിനും മതിയായവനാണോ? ദൈവസന്നിധിയിൽ നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ ദൈവം നിനക്ക് അതിനുള്ള ഉത്തരം നൽകും. അവൻ ആരാണ്? അവൻ ആരാണെന്നുള്ള പ്രഖ്യാപനം ലൂക്കാസ് സുവിശേഷം 4:18 എഴുതി വെച്ചിരിക്കുന്നത്. അവൻ സിനഗോഗിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കാൻ കൊടുത്തു. അവനത് തുറന്നു പ്രകാരം വായിച്ചു. പ്രഖ്യാപനമാണ്. എന്താണത്? കർത്താവിന്റെ ആത്മാവ് എന്റെ പേരുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഗ്രന്ഥം അടച്ചു ജനത്തെ നോക്കി പറഞ്ഞു, ഇത് കേട്ടുകൊണ്ടിരിക്കെ ഇത് നിവൃത്തിയായി സംഭവിക്കപ്പെട്ടു എന്ന്. ഇന്ന ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വർഗം വിട്ടിറങ്ങി മനുഷ്യനായി തീർന്നത്. എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവജനം തിരിച്ചറിയണം. അതേ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 20:21 മറ്റൊരു പ്രഖ്യാപനം നടത്തി. എന്താണെന്നറിയോ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ. അപ്പൊ നമ്മളാരാണ്? എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നിസ്സാരക്കാരല്ല, സാധാരണക്കാരല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ കിടക്കുന്നതൊക്കെ പാപത്തിന്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയുന്നത് പിശാച. അതുകൊണ്ട് തന്നെ ഇന്ന് പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന സകല മക്കളും നാളത്തെ സുവിശേഷമാണ്. ഒരു ഹല്ലേലൂയ പറ. വിശ്വസിക്കൽ പറ. ശക്തിയോടെ പറ. അതെ, അവൻ വന്നത് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അത് നിന്നിലൂടെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ എണ്ണത്തിനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുത്തതൊക്കെ കുറവുള്ളവരെ എടുത്തു നോക്കിക്കോ. ആരെടുത്ത് നമുക്ക് പറയാനായിട്ട്? യേശുക്രിസ്തു വന്നത് തന്നെ പാപികൾക്ക് വേണ്ടി മരിക്കാനാണ് എന്ന് പറയുമ്പോ ദൈവം നമുക്ക് ഒരു ചാൻസ് തരിക. നമ്മുടെ പ്രിയപ്പെട്ട ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് മറുവിലയായി നമ്മളെ വെച്ചിരിക്കുന്നത്. നിന്നിലൂടെയാണ് ദൈവം ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം. നിങ്ങൾക്കറിയോ, ദൈവം വിവാഹം എന്ന ഉദാശയിലൂടെ കൂട്ടിച്ചേർക്കുന്നത് സ്നേഹത്തിന്, ദൈവസ്നേഹത്തിന്, പരസ്നേഹത്തിന് വളർന്ന ഒരു ദൈവവൈതലിനെ സ്നേഹമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക്, സ്നേഹമെന്ന ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരുത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനാ? ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തീകരണം നമ്മിലൂടെ സാധ്യമാക്കുവാൻ വേണ്ടി. ഒരുവൻ പോലും നശിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത നല്ല ദൈവം ഇട്ട പദ്ധതിയാണ് വിവാഹം. നിന്റെ ജീവിത പങ്കാളിയെ സ്വർഗത്തിലെത്തിക്കുക എന്ന ദൗത്യമാണ് ഇത്തരത്തിൽ 1 കൊരിന്തോസ് 7:14 അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാവില്ല. നമ്മൾ സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഓടി നടക്കുന്നവരാ. സഹനമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുട്ടികൾക്ക് മാരേജ് കോഴ്സിന്റെ ക്ലാസ് എടുക്കുമ്പോ പെൺകുട്ടികളോട് ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് രാജകുമാരിയെ പോലെ ജീവിക്കണോ? കല്യാണം കഴിച്ചല്ലേ, രാജകുമാരിയെ പോലെ ജീവിക്കണോ? എല്ലാവരും പറയും വേണം. അങ്ങനെ ആഗ്രഹമുള്ള കൈകൊക്കാൻ പറയും. രാജകുമാരിയെ പോലെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും.
രാജകുമാരിയെ പോലെ ഇനിയും ചാൻസ് ഉണ്ട്, ആഗ്രഹമുണ്ടാകും. എന്തെങ്കിലും ഉണ്ട് ഇല്ല? ആഹാ, നിങ്ങള് വ്യാകുല മാതാകുമാരെ പോലെ ഇരിക്കാൻ ആഗ്രഹം. നിനക്ക് രാജകുമാരിയെ പോലെ ജീവിക്കണമെങ്കിൽ ആരോട് പറയുന്നില്ല. നിന്റെ ഭർത്താവിനെ നീ രാജാവായിട്ട് കണ്ടാൽ പോലെ പിടുത്തം കിട്ടിയില്ല. നിന്റെ ജീവിത പങ്കാളിയെ നീ രാജാവിനെ പോലെ കണ്ടു നോക്ക്. അപ്പൊ നീ ആരാ? നീ രാജ്ഞിയ, രാജകുമാരിയല്ലേ? അല്ലേ? അതല്ല, നിന്റെ ഭർത്താവിനെ വെറും ഒരു പേക്കറയായിട്ട് കണ്ട നീ ആരായി? ഇത്രയുള്ളൂ നമ്മുടെ വില. ആരെ കളയണേ? ഞാൻ കഴിഞ്ഞ വർഷം കൂടെ പറഞ്ഞതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞത് ഒറ്റ സാക്ഷ്യം പറഞ്ഞു നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് സ്നേഹത്തിൽ വളർന്ന ഒരു ദൈവം ഇതല്ലേ. സ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനും ഒരു സുപ്രഭാതത്തിൽ ചീത്തയാകുന്നതല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാ. ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം 50% ഗർഭപാത്രത്തിൽ വെച്ച് സംഭവിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ നിർണയിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച. അവിടെ തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ തുടങ്ങുന്നത്. എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾക്കറിയാലോ, 2.5 വർഷക്കാലം കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. 2.5 വർഷക്കാലം ആലുവ കാരോത്തുടി ഹോസ്പിറ്റലില് ഡോക്ടർ സേവർ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ 2.5 വർഷക്കാലം ചങ്ങലയ്ക്ക് തളയ്ക്കപ്പെട്ട് കിടന്ന ഒരു മുഴുവൻ ഭ്രാന്തന നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിൽക്കണേട്ട. കേൾക്കാത്തവര് ഭ്രാന്തനാണല്ലേ. ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരുടെ യാഥാർത്ഥ്യമായി തീരുന്നത്. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുകയും ഇന്ന് വചനം പറയുന്നത് ആരൊക്കെയാണ്? യൂട്യൂബൊക്കെ എടുത്ത് നോക്ക്, വചന പ്രഘോഷണമൊക്കെ നോക്ക്. ആരാ പറയണേ വചനം പറയണത്? നന്ദു, നന്ദിനി, ബഷീർ, സലീം, ഉസ്മാൻ, കൃഷ്ണൻകുട്ടി, ഭ്രാന്തൻ. ആരെയാ വിളിച്ചത്? വിളിച്ചവരൊക്കെ എപ്പോഴും കസേരയില് പെനും പേപ്പർ ഇട്ടിരിക്കുക. ഇനി എന്നാ നമ്മള് പ്രത്യുത്തരം കൊടുക്കണേ? വിളിക്ക്. എല്ലാം ശരിയാക്കിയിട്ട് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റുന്നതാണോ നിങ്ങൾ കരുതണേ? ആയിരിക്കുന്ന അവസ്ഥയിൽ കുറവുകളോടുകൂടി നീ വാ. നിന്റെ ബലഹീനതയില്ല ദൈവത്തിന്റെ ശക്തി പ്രകടമാകേണ്ടേ. ഈ അറിവ് കൂടുമ്പോ അഹങ്കാരം വർദ്ധിക്കൂല. നിങ്ങൾക്കറിയോ, എനിക്ക് രാത്രി ഉറക്കം കിട്ടൂല. ഇവിടെ തന്നെ ഇപ്പൊ 3 പേരെന്നെ വിളിച്ചു തുടങ്ങി. കമോൺ, ഇത് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങണ ഈ ഒച്ചയില്. നിങ്ങൾ മഞ്ഞിലച്ഛന്റെ ധ്യാനം കൂടിയിട്ടില്ല? അല്ല, നമ്മുടെ പനക്കിലച്ഛന്റെ ഡിവൈനിലെ പനക്കിലച്ഛന്റെ ധ്യാനം കൂടിയിട്ടില്ല? 10,000 പേര് ധ്യാനം കൂടി 6,000 പേര് കിടന്നുറങ്ങും. കണ്ടോ? ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് ദേഷ്യം വരില്ല ഇങ്ങനെ 6,000 പേര് ഇങ്ങനെ വരും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ മോനെ ഇതൊരു കൃപയാണ്. കൃപ ഏത് ഉറങ്ങണത്? അച്ഛൻ പറയുക, നിങ്ങളെ ഉറങ്ങിയിട്ട് അത്ര കാലമായി അറിയോ? ഉറങ്ങാൻ കിടന്ന ഉറക്കം കിട്ടൂല. എന്നാ നിങ്ങളൊന്ന് ഉണർന്നിരിക്കാൻ നോക്കിയേ, ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കിയേ, ഒന്ന് വചനം വായിക്കാൻ നോക്കിയേ. എപ്പോ ഉറങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഉറക്കം കിട്ടൂല. 1.5 കുപ്പി ബ്രാൻഡി, 1 ഇഞ്ചക്ഷൻ, 2 കഞ്ചാവും 4 ഉറക്കൂല. ഇത്രയും ഞാൻ കഴിച്ച ഒരു അരമണിക്കൂർ മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ തന്നെ ദുസ്വപ്നം കണ്ട് ഞെട്ടിയിരുന്നു. ഞാൻ അപ്പൊ തന്നെ തപ്പി നോക്കും എന്റെ ഭാര്യ കൂടെ ഉണ്ടോന്ന്. സംശയം എന്ന നല്ലൊരു രോഗം എനിക്കുണ്ട്. ഞാൻ തപ്പി നോക്കുമ്പോ എന്റെ ഭാര്യ കൂർക്കം വലിച്ചേർന്നു. അതെനിക്ക് സഹിക്കില്ല. നമ്മൾ ഇത്രയും കുടിച്ചത് ഉറങ്ങാനാ. എന്റെ ഭാര്യ ഒരു സ്മോൾ പോലും കഴിക്കാണ്ട് ഉറങ്ങണ കാണുമ്പോ നമുക്ക് പ്രയാസമാണ്. എനിക്ക് ഭ്രാന്ത്, ഡബിൾ ഭ്രാന്താ. ഞാൻ എന്തെന്നറിയും, ബ്ലേഡ് മൂർച്ചയുള്ള കുറച്ച് ഭാഗം ഇങ്ങനെ 2 വിരലിന്റെ ഉള്ളിൽ വെക്കും. ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ദേഹത്ത് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും കൊണ്ട് വലിക്കും. ആഴ്ചയിലൊന്നും മുറിയൂല. തൊലിപ്പുറവും വസ്ത്രവും മാത്രമേ കീറുള്ളൂ. പ്രത്യേക മുറിയില്ല. എന്റെ ഭാര്യ അറിയില്ല. കാരണം എന്താണെന്നറിയോ? 10-23 പേരുള്ള ഒരു കൂട്ടുകുടുംബോ, 10-23 പേരടങ്ങുന്ന കൂട്ടുകുടുംബത്തിന്റെ വിഴുപ്പലയ്ക്ക് വെച്ച് വിളമ്പി മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിച്ച് മയങ്ങി ഉറങ്ങുന്ന അവളെങ്ങനെ അറിയാൻ? ശരീരത്തിലെ മുറിപ്പാടിൽ ഫാനിന്റെ കാറ്റ് കൊള്ളുമ്പോ നീറ്റിൽ അനുഭവപ്പെടും. ഫേസ് എക്സ്പ്രഷൻ മാറും. ചോര ഓടും ബാത്റൂമിലേക്ക്. മുറിവ് കഴുകും. വെളുത്തൊരു പൗഡർ മെഡിസിൻ അത് ഇങ്ങനെ പൊടിയൊക്കെ ഇടും. എന്നിട്ട് പ്ലാസ്റ്റർ പൊട്ടിക്കും. എന്നിട്ട് വീണ്ടും എന്റെ അടുത്ത് എന്റെ ഒന്ന് കിടക്കും. പിന്നെ കിടക്കുമ്പോൾ ഒരു കണ്ണടച്ച കിടക്കും. ഇനി എന്താണാവോ, അടുത്തത് തന്നെയാവോ.
ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷവും പൈശാചികമായൊരു സന്തോഷത്തിൽ ഞാൻ അറിയാണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോകും. ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തുമ്പോ എന്റെ ഭാര്യ എഴുന്നേൽക്കും. രാത്രിയുടെ യാമത്തിൽ ഒളിച്ചു വെച്ച ബേബി നെറ്റ് കൂർത്തുമൂർത്ത പാദച്ചീടുകൾ എടുത്തുകൊണ്ട് വന്ന് എന്റെ കട്ടിലിനോട് ചേർത്ത് താഴെ ഒരു പത്രത്തിൽ ഇത് വിരിച്ചതും, അടുക്കളയിൽ പോയൊരു വാളൻ ഉപ്പുകല്ല് കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്യും. എന്നിട്ട് നൈറ്റി അങ്ങോട്ട് പൊക്കും. നഗ്ന മുട്ടുകൾ കൊണ്ട് കൂർത്തുമൂർത്ത പാറയിൽ മുട്ടങ്ങോട്ട് കുത്തും. മുട്ടുപൊട്ടും പോർല വീഴും. വേർപ്പൊലിച്ചിറങ്ങും. വേർപ്പും രക്തത്തുള്ളിയും ഒഴുകിയിറങ്ങി ഉപ്പുകല്ലലിയും. ഉപ്പുകല്ലിന്റെ നീച്ചൽ മുട്ടിന്റെ മുറിവിലൂടെ വേദന എരച്ചങ്ങോട്ട് കയറും. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോ ആദ്യം ചോദിച്ചൊരു ചോദ്യമാണ്, എന്റെ പൊന്നുമോളെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മുട്ടില് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയേ? എന്റെ ഭാര്യ പറഞ്ഞത് കേൾക്കണ്ടേ? ഗെത്സമനിൽ ഈശോ കൂർത്തുമൂർത്ത പാറയിൽ മുട്ടുകുത്തുന്ന കാര്യമൊക്കെ ഒന്ന് ഓർക്കുമ്പോ ഇത് എത്ര സിമ്പിളാണെന്ന് അറിയുമോ? ആ സമയം അവള് വലതുകരം ഉയർത്തിപ്പിടിക്കും. പരിശുദ്ധ അമ്മ 1208 വിശുദ്ധ ഡൊമിനിക്കിന്റെ കയ്യിലേക്ക് കൊടുത്ത അത്ഭുതത്തിന്റെ 1053 മണി ജപമാല വലത് കരത്തിൽ ഉയർത്തിപ്പിടിക്കും. ഇടത്തെ കൈയുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്ത എന്റെ ഒരു കൈയെടുത്ത് നെഞ്ചിനോട് അമർത്തി പിടിക്കും. എന്റെ പാവം പെണ്ണ് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മ ദൈവമാതാവേ, ലോകമെമ്പാടും മദ്യത്തിനും മയക്കും മരുന്നിനും ചെടി കതയ്ക്ക് മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന സകല മക്കളുടെയും തിരിച്ചു വരുന്നതിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. അവസാനം അവൾ പ്രാർത്ഥിക്കും, രക്ഷിക്കപ്പെട്ടു പോകുന്നവരോടൊപ്പം എന്റെ ഭർത്താവിനെയും ഒന്ന് തൊട്ടേക്കണേണ്ട. 1 വർഷം 2 വർഷമൊന്നുമല്ല, നീണ്ട 7 വർഷക്കാലം രാത്രിയുടെ യാമത്തിൽ ക്രൂശിത രൂപത്തിന്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എന്റെ തിരിച്ചുവരവിൽ വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന ആ അവസ്ഥയിലും ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് തരേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ നിർവഹിച്ച് വില കൊടുത്ത് വീണ്ടെടുത്ത ഒരു ജന്മമാണ് ഇന്ന് നെഞ്ചു വിരിച്ച് ഇവിടെ നിൽക്കണേട്ട. ഇന്നലെ ഞാൻ എന്തായിരുന്നു എന്നല്ല, ഇന്ന് ഞാൻ എന്താണ് എന്നുള്ളതാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുകനെയാ മൂലക്കല്ലാക്കി മാറ്റണേ. മനുഷ്യർ അവഗണിക്കുന്നതിനെയാ കർത്താവ് പരിഗണിക്കുന്നത്. പുഴുക്കൾക്ക് പൂമ്പാറ്റയാകാൻ പറ്റും. പ്രിയപ്പെട്ടവരെന്ന് അറിയപ്പെടുന്ന ദൈവത്തിന്റെ ഒരു ഉപകരണമായി ഞാൻ മാറ്റപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയും പരിത്യാഗവും കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ വിളിക്കുക. സഹനത്തെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അനേകരും ഇവിടെയുണ്ട്. ഓരോ സഹനത്തിന്റെയും അവസാനം, ഓരോ സഹനത്തിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൈയൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം, അത് കാണാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. എല്ലാ ദുരന്തങ്ങളും അവസാനം മധുരമാണ്. പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രശ്നങ്ങളാണ് നമ്മളെ ക്രിസ്തുവിലെത്തിക്കുന്നത്. അതെ, ഇതൊരു ഈറ്റുനോവ, യേശു ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈറ്റുനോവ. ഞാൻ സഹനം കൊടുത്ത ആളാണ്. സഹനം കിട്ടിയ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. പങ്കാളി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കൂപ്പിപ്പിടിച്ച കരങ്ങൾക്കുള്ളിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള് ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത നമ്മുടെ ഹൃദയഭാരങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഈ കരങ്ങൾക്കുള്ളിൽ ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായിട്ട് മധ്യസ്ഥം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമുക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിത്തരുന്ന ആ നല്ല അമ്മയുടെ കരങ്ങളിൽ, വിമല ഹൃദയത്തില് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സ്തുതിക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശംസിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവിന് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നല്ല ദൈവം ഈ പരിശുദ്ധമായ സന്നിധിയില്, പരിശുദ്ധമായ ദിനങ്ങളില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ തിരുസന്നിധിയില് അവിടത്തേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഒരുക്കിയ യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത്, കരുണയോർത്ത് ഞാൻ നന്ദി പറയുന്നു. എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തന്നെ തമ്പുരാന്റെ സന്നിധിയില്, കർത്താവിന്റെ സന്നിധിയില് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളുടെ മേലും നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ അനുഗ്രഹം കടന്നു വരുന്നത് നാം അനുഭവിച്ചറിയാറുമുണ്ട്. എന്നാൽ നമ്മെ നിരന്തരം വേദനിപ്പിക്കുന്ന ചില വ്യക്തികൾ, ചില ജീവിത സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറ്റമില്ലാത്ത അവസ്ഥയിലൂടെ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ആരെയെല്ലാം ദൈവം അനുഗ്രഹിച്ചാലും എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല. ആരുടെയെല്ലാം ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാലും എന്റെ ജീവിതത്തില് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നെല്ലാം ചിന്തിച്ച് വേദനിച്ചും നിരാശപ്പെട്ടും നാം തളർന്നു പോകാറുണ്ട്, തകർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ, സഹനങ്ങൾക്ക് മുമ്പിൽ നാം തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത്? സങ്കീർത്തനത്തിന്റെ പുസ്തകം 77-ാം അധ്യായം 10-ാം തിരുവചനം, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖ കാരണം. തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ശക്തി, അവിടുത്തെ തേജസ് നിന്റെ ജീവിതത്തിൽ നിറയാത്തതാണ് നിന്റെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. ഹല്ലേലൂയ. ഏതെല്ലാം വ്യക്തികളിൽ, ഏതെല്ലാം കുടുംബങ്ങളിൽ, ഏതെല്ലാം കൂട്ടായ്മയിൽ കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം വലിയ അസ്വസ്ഥതകളും അപസ്വരങ്ങളും ഉണ്ടാകാൻ ഇടയായിത്തീരുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടത്? അത് ആരെയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ആരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവിന്റെ പരിശുദ്ധിയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ ദൈവവൈദ്യനും കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം, നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. എന്താണ് വിശദീകരണം എന്ന് പറയുന്നത്? ശുദ്ധി ചെയ്യപ്പെടുന്ന അനുഭവത്തെയാണ് വിശദീകരണം എന്ന് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്ക്, ദൈവത്തിന്റെ മനസ്സിന് സ്വീകാര്യമായ വ്യക്തികൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് സഹനം എന്ന് പറയുന്നത്. കരമുയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സഹനം ഒരനുഗ്രഹമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സഹനം ഒരു അനുഗ്രഹമാണ് എന്നുള്ളത്. എന്നാൽ ഈ അനുഗ്രഹത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മളിൽ പലരും സഹനം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സഹനങ്ങളെ സ്വീകരിക്കുന്നത് പലപ്പോഴും സഹനം തരുന്ന വ്യക്തിയെ വെറുത്തുകൊണ്ട്, അവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട്, പരാതി പറഞ്ഞുകൊണ്ട്, ചിലരെങ്കിലും ദൈവത്തെ കുറ്റം പറയുകയും പരാതി പറയുകയും ദൈവത്തെ വെറുക്കുകയും ചെയ്യാറുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നതിന്റെ ഒരു കാരണം, ഈ വേദന വന്നതിന്റെ കാരണം ദൈവം തന്നെയാണ്. ഈ വേർപാട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ഒരു കാരണം ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ മനസ്സിലാത്തത് കൊണ്ടാണ്. ഇതായിരിക്കും ദൈവത്തിന് ഇഷ്ടമെന്ന് കരുതിക്കൊണ്ട് ചിലർ ദൈവത്തോട് ശത്രുതയിൽ കഴിയുന്നവരെ കണ്ടിട്ടുണ്ട്. മറ്റു ചിലരുണ്ട്, അവരുടെ ജീവിതത്തിൽ അവരെ വേദനിപ്പിക്കുന്നത് ജീവിത പങ്കാളിയായിരിക്കാം, ചിലർക്ക് മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും, ചില വ്യക്തികളുടെ രൂപത്തിൽ, സാഹചര്യങ്ങളുടെ രൂപത്തിലൊക്കെ സഹനങ്ങൾ കടന്നു വന്നു കഴിയുമ്പം നമുക്ക് സഹനങ്ങളെ സ്വീകരിക്കുന്നത് നമ്മളിൽ ചിലരെങ്കിലും മനസ്സിൽ വെറുപ്പോടുകൂടിയാണ്.
അതുകൊണ്ട് തന്നെ അനുഗ്രഹമായി തീരേണ്ട സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശാപകരമായി മാറുന്നു. തിരിച്ചറിയണമേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. അതായത് ആരോടെങ്കിലും ഒക്കെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിക്കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഭക്ത അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, ജീവിതത്തിലേക്ക്, നിയോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരത്തില്ല. ഹല്ലേലൂയ. കാരണം വെറുപ്പിലായിരിക്കുന്ന വ്യക്തി അശുദ്ധിയിലാണെന്ന് തിരിച്ചറിയുക. ഇപ്രകാരം മനസ്സിൽ ക്ഷമിക്കാത്ത അവസ്ഥയിലൂടെ, വെറുപ്പിന്റെ അവസ്ഥയിലൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ഇടപെടലുകളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്രകാരം മനസ്സിൽ വെറുപ്പിലും വിദ്വേഷത്തിലും ജീവിക്കുന്ന വ്യക്തി ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നാം എന്താണ് ചെയ്യുന്നത്? 1 പത്രോസിലേക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അവിടുത്തെ പരിശുദ്ധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത്. കരം ഉയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ. സഹനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളുമൊക്കെ യേശുവിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് ജീവിതത്തിൽ സഹനം സ്വീകരിക്കാത്ത വ്യക്തികളും കുടുംബങ്ങളും കൂട്ടായ്മകളും ഒക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുക, പിളർന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ദാമ്പത്യ ബന്ധങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തതിന്റെ കാരണം സഹനം സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട്, വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട്, ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ദാമ്പത്യ ജീവിതങ്ങൾ ഏറെയും തകർന്നു പോകുന്നതിന്റെ ഒരു കാരണം. ഹല്ലേലൂയ. സഹനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ സുവിശേഷമായി മാറുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബത്തിൽ സുവിശേഷമായി മാറണമെങ്കിൽ, നമ്മുടെ ഇടവകയിൽ സുവിശേഷമായി മാറണമെങ്കിൽ, നാം ജോലി ചെയ്യുന്നിടങ്ങളിൽ, വ്യാപരിക്കുന്നിടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണമെങ്കിൽ, സുവിശേഷമായി മാറണമെങ്കിൽ പ്രിയമുള്ളവരെ സഹനം സ്വീകരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. ശക്തിയോടെ പറയട്ടെ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനമൊക്കെ കൂടിയവരാണ്, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാത്തവരുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലാണ് അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, സഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? പിതാവായ ദൈവം സഹനങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിക്കും, സഹനമില്ലാതെയും അവിടുന്ന് നമ്മെ സ്നേഹിക്കും. എന്നാൽ കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി തെരഞ്ഞെടുത്ത് വെച്ച് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സമ്മാനമാണ് സഹനം എന്ന് പറയുന്നത്. കരമുയർത്തി പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കടന്നു വരുന്ന സഹനങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന കുരിശുകളായിട്ടാണ്. നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിലെ കുരിശാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കുരിശാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത പങ്കാളി, മാതാപിതാക്കൾ, രോഗങ്ങൾ, കടബാധ്യതകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളാണ്. നമുക്ക് വലിയ പ്രലോഭനത്തോടുകൂടി മിക്കവാറും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എങ്ങനെയെങ്കിലും ഈ കുരിശ് എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് നീക്കി തന്നേക്കണമേ. എന്തിനു വേണ്ടിയാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ അനുവദിക്കുന്നത്? കർത്താവ് നിന്നെ സ്നേഹിച്ച് ശുദ്ധീകരിച്ച് അവിടുത്തെ സ്വന്തമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മകനും മകളുമായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ, സഹനങ്ങൾ കടന്നു വരുന്നത്. കരമുയർത്തിയെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ദൈവത്തെ ദർശിക്കും. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മാർഗമാണ് സഹനം എന്ന് പറയുന്നത്. നിന്റെ കൂടെയുള്ള യേശുക്രിസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ, നിന്റെ കൂടെയുള്ള യേശുവിന്റെ സ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹനം സ്വീകരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയമുള്ള സഹോദരങ്ങളെ, സഹനത്തെക്കുറിച്ച് ഇത്രയധികം ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെങ്കിൽ കർത്താവ് എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ നൽകാതെ ഈ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുൻപിലായിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ എന്റെ നല്ല ദൈവം എന്നെ കൈപിടിച്ച് നയിച്ചപ്പോൾ എന്റെ കർത്താവിന്റെ ചങ്കോട് ചേർന്നിരുന്നത് കൊണ്ട് തന്നെയാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യമായി തീരുവാൻ എന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പച്ചനും അമ്മച്ചിയും 3 സഹോദരിമാരുമുണ്ട്. കുഞ്ഞുനാളിൽ തന്നെ എന്റെ അമ്മ മരിച്ചുപോയി. തുടർന്ന് അപ്പച്ചൻ 2ാമത് വിവാഹം കഴിച്ചു. ആ നാളുകൾ മുതൽക്കേ തന്നെ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ തുടങ്ങി. ചെറുതും വലുതുമായ സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ 3 പെൺകുട്ടികളെയും പഠിപ്പിച്ചിരുന്നത് എന്റെ അമ്മമ്മയായിരുന്നു. അമ്മമ്മ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ എന്റെ അമ്മയുടെ അമ്മ. അമ്മമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് കുഞ്ഞുനാൾ മുതൽക്ക് ഞാൻ കാണുന്നത് ധാരാളം ജപമാല ചൊല്ലിക്കൊണ്ട് എന്റെ അമ്മമ്മ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഇത് കണ്ടുകൊണ്ട് വളർന്നത് കൊണ്ട് തന്നെ ദിവ്യകാരുണ്യേശ്വരയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലും വളരുവാൻ തുടങ്ങി. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപായി നിർബന്ധപൂർവ്വം ഞങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ട് അമ്മമ്മ പരിശുദ്ധ കുർബാനയ്ക്ക് അണയുമായിരുന്നു. അവിടെ ബലിയർപ്പണ സമയത്ത് ബഹുമാനപ്പെട്ട വൈദികന്റെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെയും ചേർത്ത് വെച്ചിട്ട് അമ്മമ്മ പറയും, മക്കളെ, ആ തിരുവോസ്തിക്കുള്ളിൽ ഈശോയുണ്ട് കേട്ടോ. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഈശോ കാണുന്നുണ്ട്. അവിടുന്ന് അതെല്ലാം സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ കുഞ്ഞു മനസ്സിൽ അമ്മമ്മ പറഞ്ഞത് നന്നായിട്ട് സ്പർശിക്കാനിടയായി. അന്ന് മുതൽ എന്റെ കൊച്ചു കൊച്ചു വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ദിവ്യകാരുടെ സന്നിധിയിൽ പങ്കുവെച്ച് വളരുന്ന അനുഭവത്തിലൂടെ എന്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശൂന്യത മനസ്സിന്റെ കോണിൽ എവിടെയോ അനുഭവപ്പെടുന്നത് ഞാൻ അനുഭവിച്ചറിയുകയാണ്. അങ്ങനെയാണ് കടന്നു പോകുന്ന നാളുകളിൽ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യാത്ത തെറ്റിന് എന്റെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് ശിക്ഷ ലഭിച്ചു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ വേദന എന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മുറിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ വീടിന്റെ മൂലയിൽ ഇടങ്ങ് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സങ്കടം ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാകണം എന്റെ അമ്മമ്മ എനിക്കൊരു ചെറിയ പുസ്തകം സമ്മാനിച്ചു. അങ്ങനെ സമ്മാനിക്കാൻ കാരണമുണ്ട്. സിസ്റ്റേഴ്സിന്റെ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ആ നല്ല അമ്മമാര് ഒരുപാട് വിശുദ്ധന്റെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽക്കേ തന്നെ വായന എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരുന്നു. എനിക്ക് ലഭിച്ച പുസ്തകങ്ങളോടുകൂടി മറിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ടു അത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രമാണ് എന്നുള്ളത്. ആ പുസ്തകത്തിന്റെ പേജുകളിലൂടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ അതിലൊരു ഭാഗം എന്റെ മനസ്സിനെ സ്പർശിച്ചു. അതിപ്രകാരമായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയപ്പോൾ പുണ്യവതി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപാകെ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. പരിശുദ്ധി അമ്മേ, ഈ ഭൂമിയിലുള്ള എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മുതൽ എന്റെ പെറ്റമ്മയ്ക്ക് പകരമായി പരിശുദ്ധ അമ്മയെ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നുവാൻ തുടങ്ങി, എന്തുകൊണ്ട് ഇപ്രകാരം എനിക്കും പ്രാർത്ഥിച്ചുകൂടാ? എനിക്കും അമ്മയില്ലല്ലോ. പിറ്റേ ദിവസം ഞാൻ പഠിക്കുന്ന കോൺവെന്റിലെ ചാപ്പലിലുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപാകെ മുട്ടുകുത്തിക്കൊണ്ട് ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മേ, കൊച്ചുത്രേസ്യ അമ്മയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുകയാ എന്റെ അമ്മയുടെ മുമ്പിൽ ഒരു സമർപ്പണം നടത്തണമെന്ന്. എനിക്കും അമ്മയില്ല. എന്റെ പെറ്റമ്മയ്ക്ക് പകരമായി ഇപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയെ എന്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുകയാണ്, എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു വാക്കുകളിൽ ഞാനൊരു സമർപ്പണ പ്രാർത്ഥന നടത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തിയാലും ഞാൻ മുടക്കം കൂടാതെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്റെ പരിശുദ്ധ അമ്മയോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠാജപമാണ്. അത് തന്നെയാണ് എന്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും സഹനത്തിന്റെ മേഖലകളിൽ കൈപിടിച്ച് നയിച്ചതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളർന്നു വലുതായി ഞാൻ വിചാരിച്ചിരുന്ന രീതിയിൽ എന്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും വീട്ടുകാരുടെ താല്പര്യക്കുറവും മൂലം അത്യാവശ്യം തരക്കേടില്ലാതെ പഠിക്കുമായിരുന്ന എനിക്ക് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നപ്പോൾ വേദനയോടുകൂടെ ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ വീട്ടില് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പണമാണ്. പണമുണ്ടെങ്കിൽ എവിടെയും എന്തും സ്വന്തമാക്കാം. അതുകൊണ്ട് ഉള്ള വിദ്യാഭ്യാസം വെച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി സ്വന്തമാക്കണം. ആ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് മുടങ്ങിപ്പോയ പഠനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ ലക്ഷ്യത്തോടു കൂടെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട നഴ്സിംഗ് കോഴ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ആ കോഴ്സ് അവസാനിക്കാനായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്കായി ഒരു വിവാഹാലോചന കടന്നു വരിക. ഈ വിവാഹാലോചന കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി ചെയ്യണം. പ്രിയമുള്ളവരെ, അപ്പച്ചൻ ഒന്നും വേണ്ടിയില്ല. 1.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും. പതിവ് പോലെ കോഴ്സും കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇവൻ നിന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അവന് സ്ത്രീധനൊന്നും വേണ്ട, നിന്നെ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇന്ന് ബാറിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി, അവിടെ വെച്ച് നിന്റെ കല്യാണം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു കിട്ടും. ഞാൻ അപ്പച്ചന്റെ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, അപ്പച്ചൻ എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി ചെയ്യണം. പക്ഷെ എന്റെ ആഗ്രഹം ആരും കണക്കിലെടുത്തില്ല. എന്റെ അനുവാദവും ആഗ്രഹവും കൂടാതെ എന്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നേരെ ചെന്ന് നിന്നത് ദിവ്യകാരുണ്യ സമിതിയിലാണ്. വിവാഹദിനത്തിന്റെ അന്നുവരെ വിശുദ്ധ കുർബാന എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ദിവ്യകാരുണ്യനാഥന്റെ അരികിലായിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഈശോയെ, അവിടെ അറിയാതെയെല്ലാം ഈ വിവാഹ ജീവിതം എനിക്ക് വന്നിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവാഹം നടന്നുകൊള്ളട്ടെ, പക്ഷെ എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുവരെ സ്നേഹം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എന്റെ അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. അപ്പച്ചൻ അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്നത് കൊണ്ട് മദ്യപാനികളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു പ്രാർത്ഥന കൂടെ അതോടൊപ്പം ഞാൻ ചേർത്ത് വെച്ചു, ഈശോയെ, മദ്യപാനം, പുകവലിയും ദുശീലങ്ങളും ഒന്നുമില്ലാത്ത എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിയെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. വിവാഹദിനം വന്നെത്തി. വിവാഹദിനത്തിന്റെ അന്ന് മക്കളെ മാതാപിതാക്കൾക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അന്നേ ദിവസം എന്റെ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന നിമിഷങ്ങളിൽ എന്റെ കാതുകളിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി മുതൽ അതായിരിക്കും കേട്ടോ നിന്റെ വീട്. അമ്മായിമ്മ പോരെടുത്തു, ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് എന്റെ മോളിങ്ങോട്ട് വരരുത്. എന്തെല്ലാം ഉണ്ടായാലും സഹിച്ചും ക്ഷമിച്ചും നീ അവിടെ ജീവിക്കണം. അപ്പച്ചൻ പറഞ്ഞത് വേദവാക്യം പോലെ മനസ്സിൽ സ്വീകരിച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-3 ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 4-ാം ദിവസം പതിവ് പോലെ എന്റെ ഭർത്താവിനുള്ള കട്ടൻ കാപ്പിയുമായിട്ട് ബെഡ്റൂമിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കാപ്പി വേണ്ട, നീ ആ കാപ്പി അങ്ങോട്ട് കളഞ്ഞേക്ക്. കാപ്പി കമിഴ്ത്തി കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കട്ടിലിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു പൈന്റിന്റെ കുപ്പിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിരാവിലെ 2 പെഗ് വെള്ളം ചേർക്കാതെ കഴിച്ചില്ല എങ്കിൽ എന്റെ കൈയും കാലും വിറയ്ക്കും. ഇപ്പോൾ മുതൽ നിന്റെ ജോലിയാണ് എനിക്കുള്ള മദ്യം ഒഴിച്ചു തരിക എന്നുള്ളത്. ഞാൻ എന്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് തോന്നുന്നതെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നോട് അദ്ദേഹം മദ്യം ഒഴിച്ചു തരുവാൻ ആവശ്യപ്പെട്ട നിമിഷങ്ങളിൽ എന്റെ മനസ്സിൽ ഒരേ സമയം ദേഷ്യവും സങ്കടവും ഒക്കെ കടന്നുപോയി. ആ സമയത്ത് കരച്ചിലോടുകൂടെ ഞാൻ എന്റെ എതിർപ്പ് അവിടെ വെച്ച് പ്രകടിപ്പിച്ചു. പക്ഷെ ആ നിമിഷങ്ങളിൽ എന്റെ ശരീരത്തിൽ വലിയ വേദനകളും പീഡകളും എനിക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. വേറെ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് മദ്യം ഒഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റേതായി തീർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചുരുങ്ങിയ 1 ആഴ്ചയ്ക്കുള്ളില് എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവം എനിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഒരു സാധാരണ മദ്യപാനിയെ മാത്രമല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും സകലവിധ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട അത്യാവശ്യം തരക്കേടില്ലാതെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെയാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും സ്നേഹിച്ചോ ഉപദേശിച്ചോ ഈ വ്യക്തിയെ മാറ്റിയെടുക്കാം എന്നുള്ള തീരുമാനവുമായി ഞാൻ എന്റെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. ഇനി ഞാൻ ചെന്ന ഭവനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും എന്നോട് പറഞ്ഞത് അപ്പനും അമ്മയും 5 മക്കളും മാത്രമേ ആ വീട്ടിലുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മനസ്സമ്മതത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ വീട്ടില്. ഞാൻ വിചാരിച്ചത് കല്യാണ വിരുന്നിന് വന്നിരിക്കുന്നവർ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. 50 വയസ്സിന് മുകളിലുള്ള ചട്ടയം കൊണ്ടുകൊടുത്ത് ഒരു 5 ആന്റിമാർ അവിടെ ഉണ്ട്. അവരുടെ ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. വീണ്ടും 50 വയസ്സിന് മുകളിലുള്ള വേറെ 2 ആന്റിമാര്. അതിന് ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിന് കെട്ടിക്കാൻ പാകത്തിലുള്ള 5 മക്കളുണ്ട്. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഈ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ആരൊക്കെയാണോ? കൂട്ടത്തിൽ എന്തിനു മയം തോന്നി ആന്റിയുടെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു, ആന്റിയുടെ വീട് എവിടെയാ? എന്നാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ? അവരെന്നെ അടിമുടി രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങള് കുഞ്ഞുങ്ങളെ കൂടി കൂട്ടി 23 പേരുള്ള ഒരു കൂട്ടുകുടുംബമാണ്. ഇതൊന്നും അറിയാതെയാണ് വെട്ടിക്കേറി കൊണ്ട് പോകുന്നത്. ഒരു ഇടിപാടെന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടോ. എന്നാലും ഞാൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഇവരെ എല്ലാം സ്നേഹിച്ച് ഇവരുടെ എല്ലാം സ്നേഹം സ്വന്തമാക്കാമെന്നുള്ള സ്വാർത്ഥ ചിന്തയോടുകൂടെ ഞാൻ എന്റെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം മുമ്പോട്ട് നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിരാവിലെ 5 മണിക്ക് ഉണർന്നെഴുന്നേറ്റ്
ആ വീട്ടിലുള്ള 23 അംഗങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്തും അവരുടെ വസ്ത്രം അലക്കിയും എല്ലാ ജോലികളും കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഒരുപക്ഷെ എനിക്കുള്ള ഭക്ഷണം ലഭിക്കുക. അങ്ങനെ വീടിന്റെ പിന്നാമ്പുറത്തൊറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരത്തിയായിട്ട് മാറുകയാണല്ലോ ദൈവമേ, ഞാൻ ഇവിടുത്തെ മരുമകളല്ല ജോലിക്കാരത്തിയായിട്ട് മാറുകയാണെന്നുള്ള എന്റെ മനസ്സിലെ തെറ്റായ ചിന്തകൾ, എന്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള വെറുപ്പ് എന്റെ മനസ്സിൽ അങ്ങ് രൂപപ്പെടുത്തുവാൻ തുടങ്ങി. എന്റെ മനസ്സിൽ വെറുപ്പ് രൂപപ്പെടുന്നതനുസരിച്ച് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഞാൻ അടിമയാകാൻ തുടങ്ങി. പുറമെ ചിരിച്ച മുഖത്തോടുകൂടി ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോഴും എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ചതിച്ചു, എല്ലാവരും എന്നെ പറ്റിച്ചു. ഞാൻ സ്വപ്നം കണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതൊരു വലിയ വേദനയായിരുന്നു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വല്ലാതെ എന്റെ മനസ്സ് നൊമ്പരപ്പെടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, വേദന മനസ്സിലടക്കിക്കൊണ്ട് ഞാൻ സന്തോഷം അഭിനയിച്ചുകൊണ്ട് എന്റെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മനസ്സിലെ വെറുപ്പ് വർദ്ധിക്കുന്നതനുസരിച്ച് രോഗങ്ങൾ കടുமைയായപ്പോൾ വിട്ടുമാറാതെ നിലനിന്നിരുന്ന രോഗമായിരുന്നു മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗം. അടിക്കടിയുള്ള പനിയും വിറവലും യൂറിനറി ഇൻഫെക്ഷൻ മൂലം ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ തുടങ്ങി. ഇത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അകറ്റിയപ്പോൾ വിവാഹം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകും, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. എങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്റെ ജീവിത പങ്കാളിയെ ഒന്ന് മാറ്റിയെടുക്കാമെന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടാനായിട്ട് പോയത്. അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് എന്റെ ജീവിത പങ്കാളിയെ മൊത്തം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 4 ദിവസമായിട്ടും എനിക്കൊരനുഭവമില്ല. ഈ 4 ദിവസവും വചനം കേൾക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്റെ ജീവിത പങ്കാളിക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വചനഭാഗവും എന്നെ സ്പർശിച്ചില്ല, ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായില്ല. എന്നാൽ 4 ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട മാർട്ടിൻ ഐക്യനമ്പരപ്പിലച്ചൻ അൾത്താരയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, മക്കളെ, അഭിഷേക പ്രാർത്ഥനയുടെ ദിവസമാണ്. നിങ്ങൾക്ക് അനുഗ്രഹം എന്തെങ്കിലും വേണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചു കൊള്ളുക, എന്ത് ചോദിച്ചാലും ഈശോ തരും. ഞാൻ അവിടെ ചിന്തിക്കാൻ തുടങ്ങി, ഈശോയെ, ഇപ്പോഴുള്ള എന്റെ ആവശ്യം ഒരു കുഞ്ഞില്ലാത്തതാണ്. ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നീ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മാത്യുവച്ചൻ ആൾത്താറയിൽ നിന്ന് മറ്റൊരു സന്ദേശം കൂടെ ഗ്രൂപ്പിലേക്ക് അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ മദ്യപാനികളുടെ ഭാര്യമാരുണ്ട് എങ്കിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള മദ്യപാനികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അപ്പോൾ തന്നെ ആ പ്രാർത്ഥന എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ലോകം മുഴുവനും വേണ്ടിയുള്ള മദ്യപാനികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, തിരികെ ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. ധ്യാനം കൂടിക്കഴിഞ്ഞ് കടന്നു വന്ന് ആ മാസം തന്നെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവം ഞങ്ങൾക്കൊരു മകളെ സമ്മാനമായി നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സഹനത്തിന് കൂട്ടായ ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതല്ലാതെ എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരുപക്ഷെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും വാടകയ്ക്ക് മാറി താമസിക്കാം. ഈ ചിന്ത എന്നിൽ ശക്തമാകാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിത പങ്കാളിയെ ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്റെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അധികം താമസിയാതെ ഞങ്ങൾ ഒരു കൊച്ചു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പക്ഷെ അവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ എല്ലാ ധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സംഭവങ്ങൾ അവിടെ അങ്ങോട്ട് അരങ്ങേറാൻ തുടങ്ങിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുരുങ്ങിയത് ഒരു 10-16 ബൈക്ക് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകും. അതിലൂടെ കടന്നു വരുന്ന സഹോദരന്മാര് എപ്പോഴോ വാങ്ങി ചിറച്ചിയും മീനും ഒക്കെ ആയിട്ട് കയറി വരുമ്പം അത് അവർ പറയുന്ന സമയത്ത് തന്നെ പാകം ചെയ്ത് കൊടുത്തില്ല എങ്കിൽ, അവർക്കുള്ള മദ്യവും ഭക്ഷണവും ഞാൻ വിളമ്പി കൊടുത്തില്ല എങ്കിൽ എന്റെ വീട്ടില് വലിയ പീഡകളും കലഹങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാൻ തുടങ്ങി. അവർക്ക് മദ്യവും ഭക്ഷണവും ഞാൻ വിളമ്പി കൊടുക്കുമ്പോൾ വേദനയോടുകൂടെ ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ വീട് ഒരു ബാറും റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് മാറുകയാണ് എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബാറിലും റെസ്റ്റോറന്റിലൊക്കെയാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കയറി ഇറങ്ങുന്നത്. കുടുംബത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധിയിൽ ഓരോ കുടുംബവും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ദൈവം തിരുസഭയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് കുടുംബ പ്രാർത്ഥന. സായാഹ്ന സമയങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യാ നമസ്കാരം അനുഷ്ഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, പ്രാർത്ഥിക്കുന്ന ദമ്പതികളിലേക്ക്, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കളിലേക്ക് സ്വർഗം വിട്ട് കർത്താവിന്റെ കൃപ ഇറങ്ങി
എന്നാൽ ഇന്ന് നമ്മളിൽ പലരുടെയും ഭവനത്തിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്ന തരത്തില് നമ്മുടെ ഭവനങ്ങളില് തിരക്ക് പിടിച്ചോടുന്ന നമ്മുടെ ജീവിതത്തില് മാറ്റിവെക്കാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥിക്കാൻ സമയമില്ല. മക്കൾക്ക് ട്യൂഷനുണ്ട്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കാൻ നാം മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മുഖം വാടിയിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന് ഒരു കാരണം കുടുംബത്തിന് അനുഗ്രഹത്തിന്റെ കുറവുണ്ടോ എന്ന് നാം പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ദമ്പതികൾ ഒന്നിച്ചുള്ള പ്രാർത്ഥന വളരെ കുറവായിരിക്കാം. കുടുംബത്തിലെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ഇന്നത്തെ ദാമ്പത്യ ബന്ധങ്ങൾക്ക് വിശുദ്ധിയില്ല. കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. ഭാര്യ അറിയാതെ എത്രയും അശുദ്ധമായ ബന്ധങ്ങളിലൂടെ ഇന്നത്തെ ഭർത്താക്കന്മാർ വ്യാപരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ അറിയാത്ത എത്രയും അശുദ്ധമായ ബന്ധങ്ങളിലൂടെ ഇന്നത്തെ ഭാര്യമാർ വ്യാപരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അറിയാത്ത എത്രയോ അശുദ്ധമായ ബന്ധങ്ങളിലൂടെ ഇന്നത്തെ കുഞ്ഞുമക്കൾ വ്യാപരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തില് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാത്തത് കൊണ്ടാണ്. കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിക്കും വിശുദ്ധ ജീവിതത്തിനും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധിക്കെന്നാൽ വേർതിരിക്കപ്പെടുക, സമർപ്പിക്കപ്പെടുക എന്നതാണ് അർത്ഥം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന മകനും മകളുമായി മാറ്റപ്പെടണം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു ദാമ്പത്യ ജീവിതമായി മാറ്റപ്പെടണം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറ്റപ്പെടണം. വിശുദ്ധി കൂടാതെ നമുക്കാർക്കും കർത്താവിനെ അനുഭവിക്കുവാനോ അവിടുത്തോടുള്ള സ്നേഹത്തിൽ വ്യാപരിക്കുവാനോ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ അശുദ്ധ ചിന്തകൾ കയറി വരിക, ഒരു രഹസ്യം പോലും എനിക്ക് മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ ശരീരം എവിടെയുണ്ട്, മനസ്സ് പലയിടത്തും സഞ്ചരിച്ചിട്ടായിരിക്കും കടന്നു വരുന്നത്. എന്റെ ഹൃദയത്തിലെ വിശുദ്ധ ചിന്തകൾ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അപ്രകാരം സംഭവിക്കുന്നത്? ജഡിക പാപ സുഖങ്ങളിലൂടെ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് നീ എങ്കിൽ ആത്മീയ കാര്യങ്ങൾ നിനക്ക് അന്യമായി തീരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചില പാപസുഖം തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാതെ നാം ചില പാപങ്ങളും പാപ സാഹചര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ജപമാല പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കൂദാശകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറുന്നില്ല. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഏതെല്ലാം വ്യക്തികൾ വിശുദ്ധ ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടി ചില ത്യാഗങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ ദൈവം എടുത്തുയർത്തി അനുഗ്രഹിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറയട്ടെ, ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന് എന്റെ ജീവിത പങ്കാളിയും കൂട്ടുകാരും ഒക്കെ മദ്യപിക്കുമ്പോഴും എന്നെ വേദനിപ്പിച്ചിരുന്ന മറ്റു ചില കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് അദ്ദേഹത്തെ ഒരുപാട് കുടിപ്പിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടത്തി ഉറങ്ങിയതിനു ശേഷം വളരെയധികം മോശമായ സമീപനങ്ങളോടുകൂടെ എന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാവുന്ന തരത്തില് പല വ്യക്തികളും എന്റെ ജീവിതത്തിൽ പെരുമാറിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസവും ഓരോ നിമിഷവും എന്റെ ശരീരത്തിന്റെ പരിശുദ്ധിയെ കാത്തു പരിപാലിച്ചിരുന്നത് എന്റെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയെന്ന് മാത്രമായിരുന്നു. ഹല്ലേലൂയ. സംഗീതത്തിന്റെ പുസ്തകം 34-ാം അധ്യായം 7-ാം തിരുവചനം, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി, ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധി, നിന്റെ കുഞ്ഞുമക്കളുടെ വിശുദ്ധി പരിശുദ്ധി അമ്മ സകല മാലാഖമാരോടൊപ്പം കടന്നു വന്നുകൊണ്ട് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ദിവസവും നന്നായി മദ്യപിച്ച് കടന്നു വരുന്ന എന്റെ ജീവിത പങ്കാളി എന്നോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ലാത്ത നിന്നെ പോലൊരു ഭാര്യ എനിക്ക് ആവശ്യമില്ല. നീ എവിടെയെങ്കിലും പോയി ചത്താല് എനിക്ക് ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ച് ഒരു സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാമായിരുന്നു. ഇത് മദ്യപിച്ചിട്ട് പലപ്പോഴും പറയുന്നത് കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ അന്നും നന്നായിട്ട് മദ്യപിച്ച് കടന്നു വന്ന അദ്ദേഹം
ഇതേ പല്ലവി ആവർത്തിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പെട്ടത് അടുക്കളയിലിരുന്ന കത്തിയായിരുന്നു. ആ കത്തി എടുത്തിട്ട് എന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാനായി ഓടി വരുന്ന എന്റെ ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി പുറത്തോട്ട് വന്നു. എന്റെ യേശുവേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചുപോയി. യേശുവിന്റെ നാമം ഞാൻ ഉറക്കെ നിലവിളിച്ച നിമിഷത്തിൽ കത്തിയുമായി ഓടി വന്ന എന്റെ ജീവിത പങ്കാളി ആരോ പിടിച്ചു നിർത്തിയാലെന്നതുപോലെ അവിടെ നിന്നു. തുടർന്ന് കത്തി വലിച്ചെറിഞ്ഞ് ബെഡ്റൂമിലേക്ക് കടന്നുപോയി. ഒരുപാട് ഛർദ്ദിച്ച് അദ്ദേഹം ആ റൂമിൽ തന്നെ കിടന്നുറങ്ങാൻ ആരംഭിച്ചു. റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം, ആകയാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. എന്നെയാണ് ആ കത്തിമുനയിൽ രക്ഷപ്പെടുത്തിയത് യേശു നാമത്തിന്റെ ശക്തി ഒന്ന് മാത്രമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ശക്തിയെ തിരിച്ചറിയുവാൻ ഞാൻ ഏറെ വൈകി. ആ രാത്രി അവിടെ ആയിരിക്കുമ്പം എനിക്ക് ഇങ്ങനെ തോന്നുവാൻ തുടങ്ങി, എന്റെ ഭർത്താവിന് എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം? ആർക്കും വേണ്ടാത്ത എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഒരു വലിയ കയറെടുത്ത് ഫാനിൽ ഒരു കുടുക്കിട്ട് കുടുക്കിന്റെ മറ്റേയറ്റം എന്റെ കഴുത്തിലേക്ക് എടുത്തിട്ട് നിന്ന് സ്റ്റൂളിൽ നിന്ന് ചാടുവാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും എന്റെ സങ്കടങ്ങൾ ഏറ്റുപറയുന്ന യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഫോട്ടോയും പരിശുദ്ധാത്മാവിന്റെ വിമല ഹൃദയത്തിന്റെ ഫോട്ടോയും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ആ ഫോട്ടോകളിലേക്ക് നോക്കിക്കൊണ്ട് ആ അർദ്ധരാത്രി 1 മണി സമയം ഞാൻ ഇങ്ങനെ നിലവിളിച്ചു, എന്റെ ഈശോയെ, എന്റെ പരിശുദ്ധാത്മേ, നിങ്ങളിത് കാണുന്നില്ലേ? ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല ഈശോയെ. എന്നെ ആർക്കും വേണ്ട. എന്നെ ആർക്കും വേണ്ടാത്തത് കൊണ്ട്, ആർക്കും വേണ്ടാത്ത എന്റെ ജീവിതം ഈ രാത്രി ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് കഴുത്തിലെ കുടുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ കാൽപാദത്തിൽ ഒരു തണുത്ത സ്പർശനം ഞാൻ അനുഭവിച്ചറിയുക. ഞെട്ടിത്തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ 1.25 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ കുഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ ഇരുക്കാൽപാദങ്ങളിൽ പിടിച്ച് കണ്ണുനീരോടുകൂടെ ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മേ വേണ്ട അമ്മേ, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. എന്നെ സ്നേഹിക്കുന്ന ഈശോനാഥൻ പ്രാർത്ഥന വഴി ലഭിച്ച എന്റെ കുഞ്ഞിന്റെ ആത്മാവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് അവിടുന്ന് എന്റെ ആത്മാവിനെ ജീവനിലേക്ക് നയിക്കുകയായിരുന്നു. ഇവിടെ എന്നെ തൊട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് പരിസരബോധം ഉണ്ടാകുന്നത് ഞാൻ എന്ത് പ്രവൃത്തിയായി ചെയ്തതെന്ന്. ഉടനെ തന്നെ എന്റെ കഴുത്തിൽ നിന്ന് കുടുക്ക് വലിച്ചെറിഞ്ഞ് സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങി കുഞ്ഞിനെ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് വലിയൊരു സ്വരം എന്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടു, നീ മരിച്ചാൽ നിന്റെ ഭർത്താവിനൊരു ഭാര്യയെ കിട്ടിയേക്കും, പക്ഷെ നിന്റെ കുഞ്ഞിന് ഒരമ്മയെ കിട്ടുകയില്ലല്ലോ. അമ്മയില്ലാതെ ജീവിച്ച എന്റെ നൊമ്പരം നന്നായിട്ട് മനസ്സിലാക്കിയവരല്ലേ നീ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അത്രേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് വേണ്ടി മരിച്ചുയർന്നൊരു കർത്താവ് ഉള്ളപ്പോൾ ഞാൻ എന്തിന് മരണത്തെ കുറിച്ച് ചിന്തിക്കണം? ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ എന്റെ കുഞ്ഞിനെ തനിച്ചാക്കി ഞാൻ കടന്നു പോവുകയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്നുള്ള വലിയൊരു തീരുമാനം ആ രാത്രി ഞാൻ എടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ പച്ചയായ വശങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഏറെ സ്നേഹിച്ച പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. നമ്മെ മനസ്സിലാക്കാത്ത അവസ്ഥയിലൂടെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി ഇറങ്ങിപ്പെടുന്ന ജീവിതത്തിലൂടെ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കടന്നു പോകുന്നുണ്ടാകാം. ഏറെ സ്നേഹിച്ച് നമ്മുടെ പ്രിയമുള്ളവർ നമ്മെ തള്ളിക്കളയുന്ന അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം സഞ്ചരിക്കുന്നുണ്ടാകാം. തിരിച്ചറിയണം കേട്ടോ, ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്റെ ജീവിതത്തെ ഒറ്റപ്പെടുത്തിയാലും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യും. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങൾ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഒരു മനുഷ്യ വ്യക്തിക്കും തരാൻ പറ്റാത്ത ഉറപ്പാണ് തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകുന്നത്. കരമുയർത്തി എന്ന് പറയാവൂ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാത്രി ഇങ്ങനെ കടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ വീടിന്റെ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ തിരിച്ചു തറവാട്ടിലേക്ക് പോകേണ്ടതായി വന്നു. അവിടെ എന്നെ കാത്തിരുന്നത് അതിശക്തമായ സഹനങ്ങളായിരുന്നു. ശാരീരികമായും മാനസികമായും ഞാൻ ഏറെ മുറിവേൽപ്പിക്കപ്പെട്ടു. പട്ടിണി കിടന്ന ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, അതെടുത്തു കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ആ ഭവനത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ വിശുദ്ധ വയറോടുകൂടി ആയിരുന്നുകൊണ്ട് എന്റെ ശരീരത്തിന്റെ മുറിപ്പാടുകൾ
നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് മദ്യപിച്ച് ബോധരഹിതനായി കിടന്നുറങ്ങുന്ന എന്റെ ജീവിത പങ്കാളിയുടെ കരങ്ങൾ ഈ കരങ്ങൾക്കുള്ളിൽ എടുത്തു വെച്ച് കണ്ണുനീരോടുകൂടെ ഞാൻ ജപമാല ചൊല്ലി ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, മനസ്സും ശരീരവും ഒരുപോലെ മുറിയുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്റെ സങ്കടമൊന്ന് പറയാമായിരുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യ വ്യക്തിയോടൊന്ന് തുറന്നു പറയാമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് പൂർണ്ണമായ എന്റെ ആശ്രയം എന്റെ ദൈവത്തിനായി തീർന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ, സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കണമെന്ന് തോന്നുമ്പോൾ, മുറിക്കുള്ളിലുള്ള പരിശുദ്ധ അമ്മയുടെ ചിത്രം മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് സങ്കടങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയാൻ ഞാൻ തുടങ്ങി. ഏറെ നേരം പറഞ്ഞും പരാതി പറഞ്ഞും പ്രാർത്ഥിച്ചും കഴിയുമ്പോൾ വലിയൊരു ശക്തി എന്റെ ഹൃദയത്തിൽ വന്നു നിറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഞാൻ എന്റെ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഇത്രയധികം സഹനങ്ങൾ അനുവദിക്കുന്നത്? ഇങ്ങനെ കർത്താവിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ തിരുവചന ഭാഗം എടുത്തു വെച്ചുകൊണ്ട് വായിക്കുവാൻ ശക്തമായിട്ടൊരു ഉൾപ്രേരണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 7 വർഷക്കാലം തിരുവചനത്തിലുള്ള ദൈവമായ കർത്താവ് എന്നെ ബലപ്പെടുത്തിയത് പ്രകാരമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുവചനം, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചോളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുവാൻ തുടങ്ങി, എന്റെ ദൈവം എന്നിൽ നിന്നും എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു കരിസ്മാറ്റിക് ആയിരുന്നില്ല കേട്ടോ. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഈ വചനത്തിന്റെ ബലം പകർന്നുകൊണ്ട്, കരുത്ത് പകർന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ശക്തി നൽകി എന്നെ നയിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്, പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസാമ്മ ഇപ്രകാരം പറയാറുണ്ട്, എന്റെ ജീവിതത്തിലെ കഠിന വേദനകളിലും വലിയ പരീക്ഷകളിലും ദിവ്യനാഥനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കുരിശ് തരുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം, കുരിശ് തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വേദനകളുടെയും കുരിശിന്റെയും ചുവട്ടിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ രക്ഷാകരമാക്കി മാറ്റുവാനുള്ള കൃപാവരം നൽകി പരിശുദ്ധ മാതാവ് നമ്മെ സഹായിക്കും. കരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നെ കാണുന്ന പല വ്യക്തികളും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ കൊച്ചിന്റെ നല്ല ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്നേ? ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇവനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചുകൂടെ? ഇന്ന് നമ്മുടെ ജീവിതത്തില് ജീവിത പങ്കാളി കുരിശായി മാറുമ്പോൾ, ചില സാഹചര്യങ്ങളും വ്യക്തികളും കുരിശായി മാറുമ്പോൾ പലരും നമ്മെ ഉപദേശിക്കാറുണ്ട്, ഈ സാഹചര്യത്തിൽ നിന്ന് നിനക്കൊന്ന് മാറി നിന്നുകൂടെ, ഈ വ്യക്തിയെ വിട്ട് നിനക്ക് ഓടിപ്പോയിക്കൂടെ എന്ന് പലരും നമ്മോട് ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ സഹനത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ കടന്നു പോകും. സാധാരണ ദാസിയായ ഹാഗാർ, അവൾ തന്റെ യജമാനത്തിന്റെ പീഡനത്തെ ഭയന്നിട്ട് ഒരു വലിയ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ആ മരുഭൂമിയിലായിരുന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് അവളോട് പ്രകാരം ചോദിക്കുന്നുണ്ട്, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ സഹനങ്ങളുടെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രം അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൾ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും തിരിച്ചറിയുന്ന നല്ല ദൈവം അവളോട് ചോദ്യം ചോദിക്കുന്നത്, നിന്റെ സങ്കടങ്ങൾ നീ എന്നോട് പറയുക എന്നാണ് ദൈവം അവിടെ അർത്ഥമാക്കിയത്. ഹല്ലേലൂയ. ഹാഗാർ പ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ യജമാനത്തിന്റെ പീഡനത്തെ പാഞ്ഞിട്ട് ഈ മരുഭൂമിയിലേക്ക് ഓടി വന്നിരിക്കുകയാണ്. ആ മരുഭൂമിയിലായിരുന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? വീണ്ടും കർത്താവ് അവളോട് പറഞ്ഞത് എങ്ങനെയാണ്? നീ എവിടെ നിന്ന് ഓടിപ്പോകുന്നുവോ അങ്ങോട്ട് തന്നെ നീ മടങ്ങി പോവുക, നിന്റെ യജമാനത്തേക്ക് വിധേയപ്പെട്ട് നീ ജീവിക്കുക. പ്രിയമുള്ളവരെ, നാം സഹിക്കുന്ന സഹനങ്ങളുടെ വഴിത്താരയിലാണ് ദൈവം നമുക്കുള്ള അനുഗ്രഹം ഒളിച്ചു വച്ചിരിക്കുന്നത്. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിലാണ് ദൈവം നിനക്കുള്ള അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. കരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം അവളോട് പറഞ്ഞത്, നീ നിന്റെ യജമാനത്തേക്ക് വിധേയപ്പെട്ട് ജീവിക്കുക, സാഹചര്യങ്ങളോട് വിധേയപ്പെട്ട് ജീവിക്കുക. ഇത് തന്നെയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം സഹനത്തിൽ നിന്ന്, ഒരു പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തിയുടെ അരികിൽ നിന്ന്
മനസ്സുകൊണ്ട് പോലും അകന്നു കഴിയുന്നുണ്ടായിരിക്കാം. മനസ്സിൽ വെറുപ്പിന്റെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ടായിരിക്കാം നാം ജീവിക്കുന്നത്. നാം സ്വയമേവ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വെറുപ്പിന്റെ മതിലുകൾ തകർക്കുവാൻ നാം തയ്യാറായില്ല എങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ മനുഷ്യരോട് വിധേയപ്പെടാനായിട്ട് കീഴ്പ്പെടാനായിട്ട് അത്ര എളുപ്പമല്ല. മനുഷ്യരോട് വിധേയപ്പെടാൻ പറ്റണമെങ്കിൽ ആദ്യം ദൈവത്തോട് വിധേയപ്പെടാൻ നാം തയ്യാറാകണം. ദൈവത്തോട് വിധേയപ്പെടാൻ തയ്യാറാകണമെങ്കിൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നീ ജീവിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്താത്ത വ്യക്തികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളിയോട് മടുപ്പ് തോന്നാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതായത് ഇട്ടേച്ചു പോകാനായിട്ട് തോന്നും. ഈ ജീവിതം എനിക്ക് പറ്റിയതല്ല. യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കുക? അനുദിനമുള്ള പരിശുദ്ധ കുർബാന വഴി, അടുക്കലുള്ള കുമ്പസാരം വഴി, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട്, തിരുവചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ടുമൊക്കെ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ നാം അനുഭവിക്കുന്ന വേദനകളുടെയും സഹനങ്ങളുടെയും ഉത്തരം കർത്താവ് നമ്മോട് സംസാരിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഈ 40 ദിവസം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കർത്താവിന്റെ വചനം കേൾക്കാൻ ദൈവത്തെ വിലമതിച്ച് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കാൻ ഈ 40 ദിവസങ്ങളിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ സന്ദർശിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കരമുയർത്തുന്നു പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ പല വ്യക്തികളും ഉപദേശിച്ചെങ്കിലും എന്റെ ജീവിത പങ്കാളിയോട് അടങ്ങാത്ത ദേഷ്യം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും, ക്ഷമിക്കാത്ത അവസ്ഥയിലൂടെ ജീവിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കൽ പോലും എന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. വിവാഹദിനത്തിന്റെ അന്ന് പരിശുദ്ധമായ ആൾക്കാർക്ക് മുമ്പിൽ വെച്ച് വിശുദ്ധ തൊട്ട് എന്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ എടുത്ത പ്രതിജ്ഞ, ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരേ മനസ്സോടെ ഞാൻ ജീവിക്കാം കർത്താവേ എന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞ. അതിലൂടെ കടന്നു വന്ന ദൈവസ്നേഹം എന്റെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ എന്റെ ദാമ്പത്യ ജീവിതം 7ാമത്തെ വർഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം, പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങളുടെ ഇടവക പള്ളിയില് 3 ദിവസത്തെ ഒരു സായാഹ്ന ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം അതിരാവിലെ എന്റെ അകന്ന ബന്ധത്തിലുള്ള ആന്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ എത്രയാണെന്ന് വെച്ച് നീ ഇങ്ങനെ സഹിക്കുന്നേ? അവിടെ ഇടവക പള്ളിയിൽ ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ നീ ഇനിയൊന്ന് പോയി പങ്കെടുത്ത് പ്രാർത്ഥിക്കും. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആ കാഴ്ചവെപ്പിന്റെ നിമിഷങ്ങളിൽ ആ കാസായിലേക്കും പീലാസായിലേക്കും നിന്റെ ഭർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കും. എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു വിശുദ്ധ കുർബാനയിലൂടെ സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ച്. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണത്. ഏറ്റവും കൂടുതൽ വിടുതലും സൗഖ്യങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലാണ്. അത്ഭുതങ്ങളുടെ കൂടാശിയാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തുമെന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പള്ളിയിൽ പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ധ്യാനിക്കാൻ പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അടി എനിക്ക് കൂടുതൽ ലഭിക്കും. എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി ഒളിച്ചും പാത്തും ഞാൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇടവക പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു. വിശുദ്ധ കുർബാന ആരംഭിച്ചിരുന്നു. ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഏറ്റവും ബാക്കില് പള്ളിയുടെ വാതിലിന്റെ അരികിലാണ് എനിക്ക് സ്ഥലം ലഭിച്ചത്. മുട്ടുകുത്തി അവിടെ കുരിശു വരച്ചുകൊണ്ടിരിക്കുമ്പം ബഹുമാനപ്പെട്ട അച്ഛൻ ആൾത്താരയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം സമൂഹത്തോട് പറഞ്ഞു, മക്കളെ, ഇത് കാഴ്ചയർപ്പണത്തിന്റെ സമയം. ഈ കാസായിലേക്കും പീലാസായിലേക്കും നിങ്ങളുടെ ജീവിതങ്ങളും നിയോഗങ്ങളും സമർപ്പിക്കുക. യേശു ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന സമയമാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആന്റി പറഞ്ഞത് ഞാൻ ഓർത്തു. ആന്റി പറഞ്ഞതല്ലേ, എന്തായാലും കാഴ്ചവെപ്പിന്റെ സമയം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് കരുതി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിക്കൊണ്ട് കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് ആ അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ഈ തിരുശരീര രക്തങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ തിരുശരീര രക്തങ്ങളിലേക്ക് മദ്യപാനിയായ എന്റെ ഭർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഈശോയെ, മാനസാന്തരം തരണമേ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുകള് ഞാൻ അറിയാതെ ഒന്ന് അടഞ്ഞുപോയി.
എന്റെ കണ്ണുകൾ അടഞ്ഞുപോയ സെക്കൻഡിൽ തന്നെ എന്റെ വലത് തോളിൽ ശക്തമായിട്ട് ആരോ സ്പർശിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്നെ തൊട്ടിരിക്കുന്നത് ആരാണെന്ന് കണ്ണു തുറന്ന് എനിക്ക് നോക്കണമെന്നുണ്ട്. കണ്ണു തുറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നെ തൊട്ടിരിക്കുന്ന വ്യക്തിയുടെ ശക്തിയെ താങ്ങാൻ സാധിക്കാതെ ഞാൻ അവിടുത്തെ രീതികൾ വിറയ്ക്കാൻ തുടങ്ങി. അതിശക്തമായ ചൂട് ശിരസ് മുതൽ കാൽപാദം വരെ പൊതിയുന്ന പൊള്ളുന്ന ഒരനുഭവത്തിലൂടെ ആ സെക്കൻഡുകളിൽ ഞാൻ കടന്നു പോയപ്പോൾ ആദ്യമായി സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്വരം എന്റെ കാതുകളിൽ പതിച്ചു. അതിപ്രകാരമായിരുന്നു, കുഞ്ഞെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, കുഞ്ഞെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് 3 പ്രാവശ്യം ആ സ്വരം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വരത്തിന്റെ ഉടമയെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ഈശോനാഥൻ അൽത്താരം ഇട്ടുകൊണ്ട് എന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് യേശു കരം നീട്ടി എന്നെ സ്പർശിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈശോ എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കുറവുകളിലേക്കാണ് അവിടുന്ന് വിരൽ ചൂണ്ടിയത്. എനിക്ക് മുമ്പിൽ ഒരുപാട് നീതി ഉണ്ടായിരുന്നു, ഒരുപാട് ന്യായം ഉണ്ടായിരുന്നു. ഞാൻ ഏറെ പ്രാർത്ഥിക്കുമായിരുന്നു, ഏറെ സഹിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ക്ഷമിക്കുമായിരുന്നില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള വലിയ തിരിച്ചറിവ് നൽകിക്കൊണ്ട് എന്റെ കർത്താവിന്റെ തൊട്ട നിമിഷങ്ങളിൽ ഞാൻ അറിയാതെ എന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ഞാൻ അറിയാതെ എന്റെ അന്തരത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന പുറത്തോട്ട് വന്നു. യേശുവേ, ഞാൻ പാപിയാണ് ഈശോയെ, എന്നോട് കരുണ കാണിക്കണേ ഈശോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു പ്രാർത്ഥനയും എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്റെ കണ്ണുനീരും പ്രാർത്ഥനയും കേട്ടപ്പോൾ ആരൊക്കെയോ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഉറക്കെയാണ് ഞാൻ അവിടെ നിലവിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, 3 ദിവസവും കണ്ണുനീരോടുകൂടെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയെ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ധ്യാന ഗുരു പറഞ്ഞു, മക്കളെ, ധ്യാനമൊക്കെ തീർന്നു. സക്രിയസ് യേശുവിനെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതുപോലെ നിങ്ങളും ഈശോയെ കൂട്ടിക്കൊണ്ട് വേണം കേട്ടോ ഭവനങ്ങളിലേക്ക് പോകാൻ. എല്ലാവരും ഓരോരുത്തരായിട്ട് ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സ്വക്രാനിയിലേക്ക് നോക്കി ഞാൻ എന്റെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, അവിടുന്ന് എന്നോടൊപ്പം എന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ആ ദേവാലയത്തിന്റെ പടിവിട്ടിറങ്ങുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തി എന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എന്റെ ജീവിത പങ്കാളി മദ്യപാനമൊക്കെ മാറി ഡീസന്റ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണെന്ന്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരു ഏകദിന ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, 2-3 ദിവസത്തെ ധ്യാനങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അപ്പോൾ തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാറുണ്ട്, ശാഠ്യം പിടിക്കാറുണ്ട്. പക്ഷേ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവസ്നേഹത്തിൽ വ്യാപരിക്കുവാൻ ഓരോ മകനെയും മകളെയും ദൈവം അനുഗ്രഹിക്കും. ദൈവ കൽപ്പനകളോട് വിശ്വസ്തയോടുള്ളവരായിരിക്കുവാൻ, കൂദാശകളോട് വിശ്വസ്തയോടുള്ളവരായിരിക്കുവാൻ ഓരോ വ്യക്തിയും ദൈവം അനുഗ്രഹിക്കും. അതിനുശേഷമാണ് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം, നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം നിന്റെ ജീവിതത്തെ വിശദീകരിക്കുന്നത്, ശുദ്ധി ചെയ്യുന്നത് സഹനങ്ങളിലൂടെയാണ് എങ്കിൽ ആ സഹനത്തിന്റെ നിമിഷങ്ങളിൽ സഹനം തരുന്ന വ്യക്തിയെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം സഹനം ദൈവങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന മകനും മകളുമായി മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. അപ്രകാരം സഹനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി നാം രൂപാന്തരപ്പെടുന്നു. നാം അപ്രകാരം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യാക്കോബ് ശ്രീകളുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നാം കാണുന്നു. സങ്കീർത്തനത്തിന്റെ പുസ്തകം 91-ാം അധ്യായം 14-ാം തിരുവചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ സംരക്ഷണം, അവിടുത്തെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുന്ന അനുഭവം സഹനത്തിന്റെ നിമിഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുക. ഹല്ലേലൂയ. ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ജീവിത പങ്കാളിക്ക് മാറ്റമില്ല, സഹനം നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ വചനം സ്വീകരിച്ചപ്പോൾ സഹനം സ്വീകരിക്കാനുള്ള ശക്തി നൽകി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരുന്നു. പതിവ് പോലെ ഓരോരുത്തരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി.
തുടങ്ങി പട്ടിണി കിടന്ന് മനസ്സ് മുറിയുന്ന അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ എന്റെ ഉള്ളിലിരുന്ന് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു, കുഞ്ഞെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്നെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒച്ചയും പകലും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത്. ജോലി ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതിയായിരിക്കുമ്പോഴും ഉള്ളിലുള്ള ഈശോയോട് ശാന്തമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കടന്നുപോയി. ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ കടന്നു വന്ന 2.5 ആഴ്ചയുടെ അവസാന മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോൾ എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ നോക്കുമ്പോൾ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീട്. എന്റെ ജീവിത പങ്കാളി ഒറ്റ കുപ്പി റമ്മ് വെള്ളം ചേർക്കാതെ കഴിച്ചിട്ട് എല്ലാവരും തലയ്ക്ക് പിടിക്കുന്നില്ലാത്ത അവസ്ഥയിൽ മദ്യക്കുപ്പി കക്ഷത്തിൽ വെച്ചിട്ട് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ കണ്ട് അതിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികള് ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ കാത്ത് ആ ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഭാര്യയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. ഒരു കഴിവുമില്ലാത്തൊരു ഭാര്യയാണ് അവന് കിട്ടിയത്, അതുകൊണ്ട് ഇങ്ങനെയായത്. ഇത് കേട്ടപ്പോൾ ആ രാത്രിയുടെ മറവിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഒരുപാട് കുറവുണ്ട്, എനിക്ക് ഒരുപാട് കഴിവില്ലായ്മയുണ്ട്. എന്റെ കുറവിനെയും കഴിവില്ലായ്മയും ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എങ്കിലും മദ്യപാനിയായ ഭർത്താവിനെ നീ എനിക്ക് നൽകിയതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു ഈശോയെ. ഞാൻ ഈ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുകയാണെന്ന് ഞാൻ ഇന്ന് ഈശോയോട് പറയുവാൻ തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലെ മുറിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ കട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞുള്ളത് കൊണ്ടല്ല എന്റെ പ്രശ്നം മുഴുവനും, ഇതിനെ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തന്നേക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ മോളെ വാരിയെടുത്ത് അദ്ദേഹം ഒറ്റയേറാണ്. എന്റെ മോളെ മതിലിൽ പോയി തലയടിച്ചു വീണു, നെറ്റ് പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങി. അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് അപ്പയെ ഇഷ്ടമല്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എന്റെ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവെ, ഞാൻ എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ എന്റെ കുഞ്ഞിനെ ജീവനെ കരുതിയെങ്കിലും തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിന്നെങ്കിലും ഞാൻ കരുതുകയും മറ്റെങ്ങോട്ടുമായിരുന്നില്ല. മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരു സുഹൃത്ത് സിസ്റ്ററുണ്ട്. സിസ്റ്ററെ അരികില് എന്റെ മോളെ ഏൽപ്പിച്ച് ആ മഠത്തിൽ തൽക്കാലം ഒളിച്ചു താമസിക്കാമെന്ന് തീരുമാനിച്ച് ആ രാത്രി ഞാൻ കിടന്നു. പിറ്റേ ദിവസം നേരമെടുത്തു. പതിവ് പോലെ എന്റെ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ക്ലാസ് വിടുന്നത്, 2:30 മണിയാകുമ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടണം, ആ വഴിക്കങ്ങ് പോയേക്കണം, തിരിച്ചിങ്ങോട്ട് വരരുതെന്ന തീരുമാനമായി. കറക്റ്റ് 2:30 മണിയായപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുമ്പോൾ എന്റെ എല്ലാ പദ്ധതികളും തകർത്തുകൊണ്ട് രാവിലെ പോയി പാതിരാത്രിക്ക് കയറി വരുന്ന അദ്ദേഹം കറക്റ്റ് 2:30 മണിയായപ്പം വീട്ടിൽ കയറി വരികയാണ്. എന്നോട് ചോദിച്ചു, ആരെ കാണാൻ വേണ്ടിയാ, എവിടേക്കാ പോകുന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി റെഡി ആയതാണ്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിനെ എടുക്കാനായിട്ട് എനിക്കറിയാം, നീ ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ, എന്റെ കർത്താവെ, ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ട് നീ എന്നെ അനുവദിക്കുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകള്, നമ്മുടെ പദ്ധതികള് പകർന്നടിയുമ്പോഴാണ് കർത്താവിന്റെ പദ്ധതികളിലേക്ക് നമ്മുടെ ജീവിതം പ്രവേശിക്കാനായിട്ട് ആരംഭിക്കുന്നത്. കുഞ്ഞിനെടുക്കാനായി കടന്നുപോയ അദ്ദേഹം ഏറെ നേരം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല. ഏകദേശം രാത്രി 8:30 മണിയായപ്പോൾ ആരുടെ ബൈക്കിൽ അദ്ദേഹം വീട്ടിൽ വന്നു നിന്നു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുഞ്ഞില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, മോൾ എവിടെ? അദ്ദേഹം പറഞ്ഞു, കേരള വണ്ടിയിലേക്ക്. ഞാൻ നോക്കിയപ്പോൾ ആള് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. മറത്തൊന്നും പറയാതെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന ലക്ഷ്യത്തോടു കൂടെ ഞാൻ ആ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു. വണ്ടി നേരെ ചെന്ന് നിന്നത് മോള് പഠിക്കുന്ന സ്കൂളിന്റെ ഗേറ്റിന്റെ മുൻപിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗേറ്റിലുള്ള വീട്ടിലാണ് ഞങ്ങളുടെ അമ്മായിയുടെ മകനും ഭാര്യയും താമസിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് അവരുടെ കുഞ്ഞിന്റെ കൂടെ എന്റെ കുഞ്ഞ് കളിക്കുന്നുണ്ട്. എനിക്ക് സമാധാനമായി, മോൾ ഇവിടെയുണ്ട്. പിന്നെ എന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആകുല ചിന്തയുമായി ഞാൻ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മായിയുടെ മകനെയും ഭാര്യയും കൂടാതെ മറ്റൊരു സഹോദരൻ ജപമാലയും കരങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി കർത്താവ് എനിക്കൊരു സന്ദേശം നൽകുന്നു, ഒരു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നാൽ കഴിഞ്ഞ ആഴ്ചയുടെ അവസാന മണിക്കൂറുകളിലാണ് ഈശോ പറയുന്നത്, ആലുവായ്ക്ക് പോവുക, ബേബിയെ കാണുക എന്ന്. ഇവിടെ എന്റെ സുഹൃത്തായ വ്യക്തിയുടെ വീട്ടിൽ കടന്നു വന്ന ഞാൻ ഈ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെടുക്കാനായി കടന്നു വന്ന എന്റെ ഭർത്താവിനെ കണ്ടുമുട്ടി. അവനുമായി സംസാരിച്ചപ്പോൾ, പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തന്നെയാണ് ഈശോ എനിക്ക് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വ്യക്തി എന്നുള്ളത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൗൺസിലിംഗിന്റെ നിമിഷങ്ങളിൽ ഈശോ അവനെ സ്പർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സഹനങ്ങളെ ഓർത്ത് എപ്പോൾ മുതൽ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ, അപ്പോൾ മുതൽ എന്റെ ദൈവം എന്നെ ഓർക്കുവാനിടയായി തീർന്നു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ ഒത്തിരിയേറെ സഹിച്ചതല്ലേ, ഒരിക്കൽ കൂടെ നിന്റെ ഈശോയ്ക്ക് വേണ്ടി നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? നീ എടുത്ത തീരുമാനമൊക്കെ മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിന്റെ ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും പൂർണ്ണമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും പൂർണ്ണമായും ക്ഷമിക്കുവാനുള്ള കൃപാവരം നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്രകാരം ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ മറ്റൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. 7 വർഷക്കാലമായി എന്നെ പീഡിപ്പിച്ചിരുന്ന മൂത്രാശയ സംബന്ധമായ രോഗം ആ സമയത്ത് വളരെയധികം കൂടുതലായിരുന്നു. വിട്ടുമാറാത്ത പനി എനിക്കുണ്ടായിരുന്നു. ശരീരം മുഴുവൻ നീര് വെച്ചിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിന് പകരം പുറത്തോട്ട് വന്നുകൊണ്ടിരുന്ന ബ്ലഡാണ്. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു, ഉറപ്പായിട്ടും നിന്റെ കിഡ്നിയിൽ ക്യാൻസർ ഉണ്ട്, ഇല്ലായെങ്കിൽ നിന്റെ ബ്ലാഡറിൽ ട്യൂമർ വളരുന്നുണ്ട്. എന്ത് തന്നെയാലും സ്കാൻ ചെയ്തിട്ട് തീരുമാനിക്കാം ഏത് ട്രീറ്റ്മെന്റ് വേണമെന്ന്. സ്കാനിങ്ങിന് പണമില്ലാതെ, ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കാനുള്ള പണം പോലും ഇല്ലാതെ സർവ്വ മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ദൈവദൂതനെ പോലെ ഈ സഹോദരൻ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരിക. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യനിലുള്ള ആശ്രയം നാം എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ ആ സെക്കൻഡിൽ കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് നീട്ടപ്പെടും. കരമുയർത്തിന്ന് പറയാമോ? ഹല്ലേലൂയ. എല്ലാ മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും തകർന്ന അവസ്ഥയിലാണ് ഈ സഹോദരനിലൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ക്ഷമിക്കുവാനുള്ള കൃപാവരം നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ആ സമയത്ത് എന്റെ രോഗം ഡോക്ടേഴ്സ് ക്യാൻസർ ആയിരിക്കാമെന്ന് വിധി എഴുതിയ രോഗം ആ സെക്കൻഡിൽ എന്നെ വിട്ടുമാറി കർത്താവ് എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാത്രി പ്രാർത്ഥനയൊക്കെ തീർന്നു വലിയ സമാധാനത്തോടു കൂടി ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നുപോയി. സ്വസ്ഥവും ശാന്തവുമായ ആ രാത്രി ഞാനൊന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം കൊടുത്തപ്പം എന്റെ ഭർത്താവിനെ കാണാനില്ല. തലേ ദിവസം പ്രാർത്ഥിച്ചത് മദ്യപിച്ചിരുന്ന അവസ്ഥയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് മറന്നുപോയ അദ്ദേഹം വീട്ടിലെ സ്റ്റോക്ക് തീർന്നിരുന്നത് കൊണ്ട് നേരെ മദ്യപിക്കാൻ വേണ്ടി ബാറിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം എന്നോട് പങ്കുവെച്ച കാര്യങ്ങളാണിത്. അദ്ദേഹം മദ്യ ഗ്ലാസിലേക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിവില്ലാത്ത രീതിയിൽ ഛർദ്ദിക്കാനായിട്ട് വലിയൊരു തോന്നലുണ്ടായി. ഒരു തുള്ളി പോലും കഴിക്കാതെ ആ മദ്യം മുഴുവൻ അവിടെ കമിഴ്ത്തി കളയുമ്പോൾ പുറകിലുള്ള മദ്യപാനികൾ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഗവനിക്കാതെ നേരെ അദ്ദേഹം കടന്നു വന്നത് വീട്ടിലേക്കാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കേ, രാവിലെ മുതൽ കുടിക്കുന്ന എനിക്ക് ഇതാ ഇപ്പോൾ ഈ 11 മണി സമയം വരെയായിട്ടും മദ്യപിക്കാൻ പറ്റുന്നില്ല, പുകവലിക്കാൻ പറ്റുന്നില്ല. കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. എനിക്ക് വിശക്കുന്നുണ്ട്, നീ കുറച്ച് ആഹാരം വിളമ്പിത്തരാമോ? സ്നേഹത്തോടും അത്ഭുതത്തോടും കൂടെ ഞാൻ അദ്ദേഹത്തിന് ആഹാരം വിളമ്പിക്കൊടുത്തു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തുപോയി ഏറെ നേരം കഴിഞ്ഞ് മടങ്ങി വന്ന് എന്റെ ജീവിത പങ്കാളിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയേറെ തേജസ് ഉണ്ടായിരുന്ന മുഖത്തിന്. ഞാൻ ചോദിച്ചു, ബേബിച്ചേട്ടാ, എന്താ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനത് കുമ്പസരിച്ചു. കെട്ടുകുമ്പസാരം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം കുമ്പസരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്പർശനം അറിഞ്ഞ അദ്ദേഹം പാപബോധവും പശ്ചാത്താപവും ഉള്ളവനായി മാറി. അദ്ദേഹം എന്നോട് പങ്കുവച്ചത് എങ്ങനെയാ? എനിക്ക് എന്റെ പാപങ്ങൾ ഏറ്റുപറയണമെന്ന് തോന്നി. ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ബഹുമാനപ്പെട്ട വൈദികൻ കുമ്പസാരക്കൂടിനുള്ളിൽ വന്നിരുന്നു. ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ വേണ്ടി മുഖമുയർത്തി നോക്കിയപ്പോൾ കുമ്പസാരക്കൂടിനുള്ളിൽ കണ്ടത് അച്ഛനെയല്ല, മുൾമുടി അണിഞ്ഞ് ചോരയൊലിപ്പിച്ച് എന്റെ പാപങ്ങൾ കേൾക്കുവാൻ ചെവി ചോദിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഞാൻ കണ്ടു. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്ത് നിന്ന് ലഭിച്ച പ്രകാശമാണ് എന്റെ ജീവിത പങ്കാളിയുടെ മുഖത്ത് എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് ആ പ്രകാശത്തിന്റെ പാതയിൽ എന്റെ ജീവിത പങ്കാളിയും ഞാനും കുടുംബവും സഞ്ചരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, 7 വർഷക്കാലത്തെ സഹനങ്ങൾ, കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകൾ ദൈവം എനിക്ക് മടക്കി തന്നത് നിസ്സാരം ഒരു അനുഗ്രഹമായിരുന്നില്ല. 21 വർഷം പഴക്കമുള്ള മദ്യപാനത്തിൽ നിന്നും ഗുണ്ടായുസത്തിൽ നിന്നും വിടുതൽ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് എന്നേക്കാൾ വലിയൊരു വചന പ്രഘോഷകനാക്കി മാറ്റിക്കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധമായ
സെമിനാറുകളിൽ കരം കോർത്ത് പിടിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വചനം പങ്കുവെച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ യേശുക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 16:36 കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇന്ന് ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ലായിരിക്കാം, സമ്പത്തൊന്നും തന്നെയില്ല, സ്വന്തമായ ഒരു ഭവനം പോലുമില്ല. പക്ഷേ ഞങ്ങളുടെ കൊച്ചു കുടുംബം ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട്. കാരണം എന്റെ ഹൃദയത്തിൽ എന്റെ യേശു വസിക്കുന്നുണ്ട്, എന്റെ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ യേശു ക്രിസ്തു വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 കുഞ്ഞുമക്കളുണ്ട്, അവരുടെ ഹൃദയങ്ങളിൽ യേശു വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന്റെ സന്തോഷം വിളങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിക്കുവാൻ തടസ്സമായി നമ്മുടെ ജീവിതങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ടോ? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:19 തിരുവചനം, കുഞ്ഞുമക്കളെ, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോൾ അനുഭവിക്കുന്നു. പൗലോസ് ഗലാത്യക്കാരെ കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത്. കാരണം ഗലാത്യക്കാർ ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതിന് പകരമായി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിയമങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. നമ്മളെന്താ നമ്മുടെ ജീവിതത്തിൽ കുർബാനയ്ക്ക് വരും, പെരുന്നാളുകളെ കൂടും, എല്ലാ കാര്യങ്ങളും സംഭവിക്കാറുണ്ട്, ചിലപ്പോൾ കൂദാശകൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, എങ്കിലും ഹൃദയത്തിൽ കർത്താവിന് ഇടമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് സ്ഥാനം നൽകുന്നതിന് പകരമായി നാം നമ്മുടെ സമ്പത്തിനോ മക്കൾക്കോ സൗന്ദര്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസിന്റെ ലേഖനം 3:15 തിരുവചനം, ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കണം. യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നീ സ്നേഹിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ നിന്നെ തിന്മയിലേക്ക് നയിക്കുന്ന, തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും പടിപടിയായി നിന്നിൽ നിന്ന് വിട്ടൊഴിയാൻ ആരംഭിക്കുന്നു. കരമുയർത്തിയെന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പ്രാർത്ഥിക്കുന്നതിൽ നിന്നും നമ്മുടെ ജീവിതം അകന്നു പോയിട്ടുണ്ടാകാം. ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ, ചില വേദനകൾ, വേർപാടുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 19:10 തിരുവചനം, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുവിനെ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? അവൻ മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്നവനാണ്. അതായത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നഷ്ടപ്പെട്ടവരുടെയുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരുടെയുണ്ട്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയവരുടെയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി, നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം 10 ഇരട്ടിയായി തിരികെ നൽകുവാൻ യേശുക്രിസ്തു കടന്നു വരുന്ന ദിവസങ്ങളാണിത്. കരമുയർത്തിയെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ ചിലരുടെ വാക്കുകളാൽ, ചിലരുടെ പ്രവൃത്തികളാൽ നമ്മുടെ ജീവിതം മുറിപ്പെട്ടു പോയിട്ടുണ്ടാകാം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിലെ മുറിവുകളും വേദനകളും ഹൃദയവും സമർപ്പിക്കുമ്പോൾ ജെറമ്യായുടെ പുസ്തകം 30:17 തിരുവചനം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകൾ, ജീവിതത്തിന്റെ മുറിവുകൾ ഉണക്കുവാൻ തയ്യാറാണ് അവിടുന്ന്. ഒരുപക്ഷെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതായിരിക്കും. പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തി നിർത്തുന്ന മേഖല. പ്രിയമുള്ളവരെ, ഞാൻ ഓർത്തുപോകുന്ന ഒരു സംഭവമുണ്ട്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിന്റെ ജീവിതത്തിൽ വിധി എഴുതിയിട്ടുണ്ടാകാം, ഈ രോഗങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അത്ഭുതം സംഭവിക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടുണ്ടാകാം. നാം ഈ 40 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കണം കേട്ടോ, കർത്താവ് നിനക്കായി ഒരു അനുഗ്രഹം മാറ്റിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർത്തുപോകുന്ന ഒരു സംഭവം, ഒരിക്കല് 7 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികള് ഞങ്ങളുടെ അരികിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതി അവർക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ തിരുത്തേണ്ട ചില മേഖലകൾ കാണിച്ചു തന്നു. അവരോട് വെളിപ്പെടുത്തി, അവരത് തിരുത്താൻ തയ്യാറായി. നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി, ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, ആ മാസം ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആ പെൺകുട്ടി ഗർഭം ധരിക്കുകയാണ്. 4ാമത്തെ മാസമായപ്പോൾ 2 പേരും കൂടെ ഇടിച്ച് നിലവിളിച്ച് കടന്നു വരികയാണ്.
ചേച്ചി സ്കാനിങ്ങിന്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്റെ കുഞ്ഞ് മന്ദബുദ്ധിയായിരിക്കും, അവളുടെ ഹാർട്ട്, ആ കുഞ്ഞിന്റെ ഹാർട്ടിന് ഒരു ദ്വാരമുണ്ട്, ഒരു കിഡ്നി ഇല്ലെന്നാ പറയുന്നത്. ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന്. ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു വചന സന്ദേശം നൽകുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആരാണ് മനുഷ്യനെ മൂകനോ ബദിരനോ കാഴ്ചയുള്ളവനില്ലാത്തവനായി ജനിപ്പിക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ഞാൻ അവളോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നിന്നെ അമ്മയാക്കുന്നത് ഈ കുഞ്ഞാണ്. ഇതിനെന്ത് വൈകല്യം ഉണ്ടെങ്കിലും നീ ഈ കുഞ്ഞിനെ പ്രസവിക്കുക. നിനക്ക് ദൈവം നൽകിയ ഒരു സാക്ഷ്യമായിരിക്കും ഈ കുഞ്ഞ്. അവള് പ്രാർത്ഥിച്ച് കടന്നുപോയി, കണ്ണുനീരെ തുടച്ച് കടന്നുപോയി. അവള് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു. പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് അവർ ചികിത്സ മുമ്പോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി പ്രസവിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കംപ്ലൈന്റും ആ പെൺകുഞ്ഞിനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് 2.5 വയസ്സുകാരത്തെ മറിയമോള് തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. അവള് സുഖമായിട്ട് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നാളുകൾക്ക് ശേഷം അവർ അമേരിക്കയിലായിരുന്നു. കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി 2ാമത്തെ വർഷം കടന്നു വന്നു. കുഞ്ഞിനെ 2 വയസ്സായപ്പോൾ, ഈ കുഞ്ഞിനെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം കൂടി തരിക, ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി തരുന്നുണ്ട്. അവൾ അത്ഭുതപ്പെട്ടു പോയി. അവള് പറഞ്ഞു, ഒരു കുഞ്ഞിനെ തന്നെ തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നാളുകൾക്ക് ശേഷം മറ്റൊരിടത്ത് ഇടവക ധ്യാനത്തിന് ധ്യാനിപ്പിക്കാൻ സഹായിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുകയാണ്, ഈ പെൺകുട്ടി 2ാമത്തെ കുഞ്ഞിനെ 5 മാസം ഗർഭം ധരിച്ചിട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം അവളോട് പറഞ്ഞു, നീ ഒരിക്കലും അമ്മയാവുകയില്ല എന്ന്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, മനുഷ്യന്റെ തീരുമാനങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിൽ ആശ്രയിച്ച കർത്താവിന്റെ അനുഗ്രഹം സ്വന്തമാക്കേണ്ട ദിവസങ്ങളാണിത്. കരമുയർത്തി ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു തളർവാദ രോഗിയെ കുറച്ച് നല്ല മനുഷ്യർ ചേർന്ന് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയുടെ അരികിലേക്ക് ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുമ്പോൾ ഈ മനുഷ്യർ ഇത്രയും മാത്രമേ ചിന്തിച്ചുള്ളൂ, കർത്താവ് ഈ രോഗിയെ കണ്ടു കഴിയുമ്പം അവന് സൗഖ്യം കൊടുത്തുള്ളൂ. അവൻ സൗഖ്യം കിട്ടിക്കഴിയുമ്പം അവൻ എന്തെങ്കിലും ജോലി ചെയ്ത് ആ കുടുംബം നോക്കിക്കൊള്ളും. ഇത്രയും മാത്രമേ കൊണ്ടുവന്നവർ കരുതിയിരുന്നുള്ളൂ. എന്നാൽ യേശു ഈ തളർവാദ രോഗിയെ നോക്കുമ്പോൾ ഒരു സ്കാനിംഗ് മെഷീൻ പോലെ കർത്താവിന്റെ കണ്ണുകൾ ചെന്ന് തറയ്ക്കുന്നത് അവന്റെ ആത്മാവിലേക്കാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം നോക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതായത് അവന്റെ ക്യാൻസർ രോഗം മാറിയാലും, കുഷ്ഠരോഗം മാറിയാലും, കിഡ്നി രോഗം മാറിയാലും, ഈ ലോകത്തിൽ അവൻ ആഗ്രഹിച്ച സമ്പത്തൊക്കെ അവന് ലഭിച്ചാലും, ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കിട്ടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതായത് യേശുക്രിസ്തു ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിനാണ്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. ഇപ്പൊ അത്രയൊന്നുമില്ല, ഏറിയാൽ 70-80. ഇപ്പൊ അതിനേക്കാളും മുമ്പ് ആൾക്കാരങ്ങ് പോവുകയാണ്. പ്രിയമുള്ളവരെ, അത് കഴിയുമ്പോൾ, ഈ 10-70 വയസ്സ് കഴിയുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിക്ഷേപിക്കപ്പെട്ട ആത്മാവ് അതിന്റെ ദാതാവിന്റെ പക്കലേക്ക് മടങ്ങിപ്പോകും. അത്രയും നാൾ വരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തിന്റെ സൗഖ്യം ആഗ്രഹിക്കുന്ന ഓരോ മകനും മകളും ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്കാണ് ഈശോയെ ക്ഷണിക്കേണ്ടത്. കരമുയർത്തിട്ട് പറയാമോ? ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 107:20, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. കർത്താവിന്റെ സൗഖ്യം സ്വീകരിക്കാൻ നാം ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആത്മാവിലേക്കാണ് ആദ്യം ഈശോയെ ക്ഷണിക്കേണ്ടത്. ഒരുപക്ഷെ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായി നാം ചില തിന്മകൾ ചെയ്തു പോയി. ഇപ്പോഴും ചില പാപബന്ധനത്തിലും പാപസുഖത്തിലുമാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, എന്റെ ആത്മാവിനെ വിശദീകരിക്കണമേ, എന്റെ പാപത്തിൽ നിന്നും എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ വിശദീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ
അനുഭവിക്കാത്ത നമ്മുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക് കർത്താവിന്റെ സൗഖ്യം അണപൊട്ടി ഒഴുകുന്നു. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തെ കുറിച്ച് വലിയ ബോധ്യം നമുക്ക് നൽകുന്നു. പാപത്തെ ഉപേക്ഷിക്കാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം നാം ചെയ്താൽ മതി, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എന്താ നിലവിളി? നിലവിട്ടുള്ള വിളി. അതായത് വ്യക്തികളെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിന്റെ മുമ്പിൽ ചങ്ക തുറന്ന് നാം യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇന്ന് പരിശുദ്ധമായ ആരാധനയുടെ ദിവസങ്ങളില്, ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഉത്തരവരുളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:9, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരവരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നുള്ളത് മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണുകൾ അടച്ച് കരങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ച് നാം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കേട്ട വചന സന്ദേശങ്ങള് മനസ്സിലൊന്ന് ഓർക്കണമേ, ഒന്ന് ചിന്തിക്കണമേ. കർത്താവിന് നിന്നെ അനുഗ്രഹിക്കാനുള്ള മനസ്സുണ്ട്. നിന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ നീ തയ്യാറായാൽ ഈ സമയം അനുഗ്രഹത്തിന്റെ അൾത്താരയിലേക്ക് നാം നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ, ദിവികാരനാഥൻ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തെ സ്പർശിക്കാൻ, അനുഗ്രഹിക്കാൻ അവിടുന്ന് തയ്യാറാണ്. ഉയർത്തിപ്പിടിച്ച് കരങ്ങൾക്കുള്ളില് കണ്ണുകൾ അടച്ചു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഉയർത്തിപ്പിടിച്ച് കരങ്ങൾക്കുള്ളില് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ, നിങ്ങളുടെ വേദനകളെ സമർപ്പിക്കട്ടെ. വിവാഹിതരായിട്ടുള്ള വ്യക്തികൾ കുടുംബജീവിതം